സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2023 കേരള പൊതുരേഖ ബിൽ രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2023 കേരള പൊതുരേഖ ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2023 കേരള പൊതുരേഖ ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപം പിന്താങ്ങേണ്ടതാണ്. മന്ത്രിക്ക് സംസാരിക്കാവുന്നതാണ്. സംസാരിക്കുന്നുണ്ടോ? സർ, നമ്മുടെ ആർക്കൈവ്സ് അതിൻ്റെ വൈവിധ്യം കൊണ്ടും അതിൻ്റെ ഉള്ളടക്കം കൊണ്ടും അത്യപൂർവമായ ഒരു സമ്പത്താണ്. താളിയോലകൾ, ചേപ്പേടുകൾ, മുളക്കരണങ്ങൾ, പേപ്പർ രേഖകൾ, ഡിജിറ്റൽ രേഖകൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ മാധ്യമങ്ങളിൽ നമ്മുടെ മഹത്തായ ചരിത്രത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ശേഷിപ്പുകളാണ് ഈ പുരാരേഖകൾ. ഇത് ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ പ്രകാശഗോപുരങ്ങളും കാവൽപ്പുരകളുമാണ് സാർ. ചരിത്ര പ്രാധാന്യമുള്ള പൊതുരേഖ സംരക്ഷിക്കപ്പെടുക എന്നത് ചരിത്ര സത്യങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണെന്ന് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ദേശീയ സാഹചര്യം പരിചിന്തനം ചെയ്താൽ ഇത് എത്രയേറെ ഗുരുതരമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. സത്യന്ധമായ ചരിത്ര നിർമ്മിതിക്കും ഗവേഷണത്തിനും ഇത് അത്യാവശ്യമാണ്. ചരിത്രത്തെയും ചരിത്രം സൃഷ്ടിച്ച വിധാതാക്കളെയും തിരോഭൂതമാക്കാനുള്ള രൗദ്രഭാവങ്ങൾ ദേശീയതലത്തിൽ നമ്മൾ കാണുകയാണ്. അതിനെതിരായിട്ടുള്ള ഒരു ജനവികാരം അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സാംസ്കാരിക ബോധം രാജ്യത്തുണ്ടായില്ല എങ്കിൽ ചരിത്രവും ചരിത്രം സൃഷ്ടിച്ച മഹാരഥന്മാരുമൊക്കെ തന്നെ നമ്മുടെ ഈ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അവഗണിക്കപ്പെടും എന്നത് ഒരു ഭയാശങ്കകൾ വളർത്തുന്ന സാഹചര്യമാണ്. ഈ ബില്ലിൻ്റെ അവതരണ വേളയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ ചരിത്രപരമായോ ഭരണപരമായോ പ്രാധാന്യമുള്ള രേഖകൾ സംരക്ഷിക്കപ്പെടുന്നത് സംബന്ധിച്ച് ഒരു പൊതുവായ നിയമം സംസ്ഥാനത്ത് ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു ന്യൂനതയ്ക്ക് പരിഹാരം കാണാനാണ് 2023 കേരള പൊതുരേഖാ ബില്ലിൻ്റെ മുഖ്യ ലക്ഷ്യം തന്നെ. നിലവിൽ 1976 ഒരു സർക്കാർ ഉത്തരവിലൂടെ മാത്രമാണ് സംസ്ഥാനത്തിന് പൊതുരേഖകളുടെ ശേഖരണവും സംരക്ഷണവുമെല്ലാം നടന്നു വന്നത്. അത് വേണ്ടത്ര ഫലപ്രദമല്ല എന്ന് കണ്ടാണ് പൊതുരേഖകളുടെ സംരക്ഷണം നിയമം മൂലം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുരേഖാ ബില്ലിന് രൂപം കൊടുത്തിട്ടുള്ളത്. 1962 സംസ്ഥാനത്ത് പുരാരേഖാ വകുപ്പ് ഒരു സ്വതന്ത്ര വകുപ്പായി നിലവിൽ വന്നത്. സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ വകുപ്പുകളുടെയും തീർപ്പാക്കപ്പെട്ട ശാശ്വത മൂല്യമുള്ള രേഖകളുടെ സംരക്ഷണവും ഭരണനിർവഹവുമാണ് ഈ വകുപ്പിൻ്റെ പ്രധാന ദൗത്യമായി നിർവഹിച്ചു വരുന്നത്. ഇതോടൊപ്പം ചരിത്ര മൂല്യമുള്ള രേഖകൾ സ്വായത്തമാക്കുക, അവരുടെ സംരക്ഷണം, ഭരണനിർവഹണം മുതലായ കാര്യങ്ങൾ സാങ്കേതിക ഉപദേശം നൽകുക, രേഖകളുടെ പ്രസിദ്ധീകരണം ഇവയുടെ പ്രാധാന്യം സംബന്ധിച്ച് ബോധവൽക്കരണം, ചരിത്ര ഗവേഷണത്തിനും സർക്കാരിൻ്റെ ഭരണനിർവഹണത്തിനും ആവശ്യമായ രേഖകൾ ലഭ്യമാക്കൽ തുടങ്ങിയവയും സംസ്ഥാന പുരാരേഖാ വകുപ്പിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പുരാരേഖാ വകുപ്പിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ കഴിഞ്ഞ 9 വർഷങ്ങളായി നടപ്പിലാക്കി വരികയാണ്. അമൂല്യമായ രേഖകളുടെ ഡിജിറ്റൈസേഷൻ, രേഖ സംരക്ഷണത്തിന് കമ്മ്യൂണിറ്റി ആർക്കൈവ്സ് പദ്ധതി, പുരാരേഖാ മ്യൂസിയങ്ങൾ സ്ഥാപിക്കൽ, പുരാരേഖകളെ ചരിത്ര ഗവേഷണ പഠനങ്ങൾക്ക് ഉപയുക്തമാക്കൽ, ജില്ലകളിൽ ഹെറിറ്റേജ് സെൻ്ററുകൾ, കാര്യപ്പെട്ട് സ്ഥാപിക്കുന്ന അന്താരാഷ്ട്ര ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻ്റർ, കുട്ടികൾ ആർക്കൈവ്സിൻ്റെ കൂട്ടുകാർ എന്ന ചരിത്ര ക്വിസ് പ്രദർശനങ്ങൾ, പൈതൃകോത്സവങ്ങൾ തുടങ്ങിയ അവബോധന പരിപാടികൾ എന്ന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ എടുത്തു പറയേണ്ട നേട്ടങ്ങളും ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും വലിയ സംഭാവനകളുമാണ്. സമയക്കുറവ് പോലെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇത്തരത്തിൽ നമ്മുടെ അമൂല്യമായ ചരിത്ര സത്യങ്ങളുടെ സംരക്ഷണത്തിന് സുപ്രധാനമായ ഇടപെടലുകളാണ് സംസ്ഥാന പുരാരേഖാ വകുപ്പ് നടത്തിവരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്ര സത്യങ്ങളെയും ചരിത്ര നായകന്മാരെയും മറ്റും വികലമാക്കുവാനും തമസ്കരിക്കാനും അസത്യങ്ങൾ കൊണ്ട് സത്യത്തെ മറക്കാനുമുള്ള ഗൂഢശ്രമങ്ങളാണ് ഇന്ന് ദേശീയതലത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോഴാണ് ചരിത്ര സത്യങ്ങളുടെ ഈ നേർസാക്ഷ്യങ്ങളുടെ സൂക്ഷിപ്പും പരിപാലനമൊക്കെ എത്രയേറെ ദേശീയ പ്രാധാന്യമുള്ളതാണ്, ചരിത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും അമൂല്യമായതുമായ രേഖകളുടെ ശാസ്ത്രീയ സംരക്ഷണത്തിന് ഒരു സർക്കാർ സർക്കുലറിലെ മാർഗനിർദ്ദേശങ്ങൾ മാത്രം ഫലപ്രദമാകില്ല എന്നതുകൊണ്ടാണ് സമഗ്രമായ ഒരു നിയമനിർമ്മാണത്തിന് സർക്കാർ തീരുമാനമെടുത്തത്. അനുദിനം പുതിയ രേഖകൾ ഈ ശേഖരത്തിലേക്ക്
ഉൾച്ചേർക്കപ്പെടുകയാണ്. താളിയോലകൾ, ചേപ്പേടുകൾ തുടങ്ങിയവയാണ് പ്രാചീന രേഖകൾ. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ രേഖകളായി തന്നെയാണ് അവ ശേഖരിക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതും. ഇവയെല്ലാം ഉൾച്ചേർത്തുകൊണ്ടാണ് 2023 കേരള പൊതുരേഖാ ബില്ലിന് രൂപം കൊടുത്തിട്ടുള്ളത്. 1993 കേന്ദ്ര സർക്കാർ പബ്ലിക് റെക്കോർഡ്സ് ആക്ട് അംഗീകരിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനങ്ങളും അതനുസരിച്ചുള്ള നിയമനിർമ്മാണത്തിൽ കടന്നത്. കേന്ദ്ര നിയമത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലെയും പൊതുരേഖയുടെ സംരക്ഷണവും പരിപാലനവും നടത്തിപ്പും സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് കൊണ്ട് കൂടിയാണ് സംസ്ഥാനത്ത് ഒരു നിയമനിർമ്മാണം അത്യാവശ്യമായി വന്നത്. മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ഇത്തരം ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. കേന്ദ്ര നിയമവും അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങൾ പാസാക്കിയ നിയമങ്ങളും സമഗ്രമായി പരിശോധിച്ചുകൂടിയാണ് നമ്മുടെ പൊതുരേഖാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബില്ലിന് രൂപം നൽകിയിട്ടുള്ളത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞ വർത്തമാനകാലത്തെ രേഖയുടെ പ്രത്യേകത കൂടി ഈ നിയമം പരിഗണിച്ചിട്ടുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇത്തരമൊരു നിയമം നടപ്പിലാക്കുമ്പോൾ അത് സൂക്ഷ്മവും സമഗ്രവുമാകണമെന്ന കാഴ്ചപ്പാടിലാണ് നിയമസഭയിൽ അവതരിക്കപ്പെട്ട ബില്ല്. നിയമസഭയുടെ സെലക്ട് കമ്മിറ്റി പരിശോധിക്കണമെന്ന നിലപാട് നാം സ്വീകരിച്ചത്. ഗവൺമെൻറ് ചീഫ് വിപ്പ്, മുൻ മന്ത്രിമാർ ഉൾപ്പെടെ ഈ സഭ നിശ്ചയിച്ച സെലക്ട് കമ്മിറ്റി വളരെ വിശദമായി തന്നെ ഈ ബില്ല് പരിശോധിക്കുകയുണ്ടായി. നേരത്തെ തന്നെ ഈ നിയമം പാസ്സാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ സമിതി നേരിട്ട് സന്ദർശനം നടത്തുകയും പഠനപരമായി യാത്ര ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിറ്റിംഗ് നടത്തി പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ഉണ്ടായി. പിന്നീട് നിരവധി തവണ സിറ്റിംഗ് നടത്തി സമഗ്ര പരിശോധന നടത്തിയ ശേഷമാണ് സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് സഹിതം വീണ്ടും സഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നത്. കേരള സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കമ്മീഷനുകൾ, കേരള സർക്കാർ നിയമിച്ച വിവിധ കമ്മിറ്റികൾ എന്നീ സ്ഥാപനങ്ങളിലെ പ്രാധാന്യമുള്ള പൊതുരേഖകളുടെ സംഭരണം, വർഗീകരണം, സംരക്ഷണം, ഭരണനിർവഹണം എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് 2023 കേരള പൊതുരേഖാ ബിൽ. പൊതുരേഖയുടെ സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ട ഭരണനിർവഹണം, നടത്തിപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം, നിയന്ത്രണം, ഏകോപനം എന്നീ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനുള്ള അധികാരം, പൊതുരേഖ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, റെക്കോർഡ് ഓഫീസർമാരുടെ ഉത്തരവാദിത്വങ്ങൾ, പൊതുരേഖകൾ നിയമാനുസൃതം അല്ലാതെ നീക്കം ചെയ്യൽ, നശിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ റെക്കോർഡ് ഓഫീസർ കൈക്കൊള്ളേണ്ട ഉചിതമായ നടപടികൾ, പൊതുരേഖകൾ നശിപ്പിക്കലും തീർപ്പാക്കലും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, സ്വകാര്യ സ്രോതസ്സുകളിൽ നിന്നും രേഖകൾ സ്വീകരിക്കുമ്പോൾ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, പൊതുരേഖകൾ പ്രഖ്യാപിക്കുന്ന സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, ഇവയുടെ നടത്തിപ്പിനായുള്ള ഭരണ സംവിധാനങ്ങൾ, ഇതിനായുള്ള അഡ്വൈസറി ബോർഡിൻ്റെ ഘടനയും പ്രവർത്തനമൊക്കെ സംബന്ധിച്ചതാണ്. നിർദ്ദേശങ്ങൾ, പുരാരേഖാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ കോഴ്സുകളുടെ നിലവാരം, മാനദണ്ഡവും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഈ ബില്ലിലെ പ്രസക്ത ഭാഗങ്ങൾ. ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നത് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു എന്നതാണ്. അതിനാൽ തന്നെ ഈ ബിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ അതിൽ നിഷ്കർഷിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള സാഹചര്യം സംസ്ഥാനത്താകമാനം സംജാതമാകും. നിലവിലുള്ള ചരിത്രരേഖ നയതീരുമാനം 25 വർഷം കഴിഞ്ഞ രേഖകൾ വകുപ്പിന് കൈമാറണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ടെങ്കിലും അത് ശരിയാവണ്ണം പ്രാവർത്തികമാക്കിയിരിക്കുന്നില്ല സർ. എന്നാൽ ഈ ബിൽ നിയമമാകുന്നതോടുകൂടി സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അവരുടെ കൈവശമുള്ള ശാശ്വത മൂല്യമുള്ള രേഖകൾ 25 വർഷം കഴിയുമ്പോൾ സംസ്ഥാന പുരാരേഖാ വകുപ്പിന് കൈമാറേണ്ടതാണെന്ന് നിയമം മൂലം നിഷ്കർഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സർക്കാർ സംവിധാനത്തിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്ന കോടിക്കണക്കിന് രേഖകൾ വകുപ്പിലേക്ക് കൈമാറി ലഭിക്കുകയും അവയുടെ സംരക്ഷണവും ഭരണനിർവഹണവും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന പുരാരേഖാ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ വിപുലപ്പെടുത്തുകയും ചെയ്യണമെന്നതാണ് ലക്ഷ്യം കാണുന്നത്. അതോടൊപ്പം തന്നെ അവബോധ പ്രവർത്തനങ്ങളിലൂടെ പ്രാധാന്യമുള്ള പൊതുരേഖകൾ വെളിച്ചത്ത് കൊണ്ടുവരാനും സംരക്ഷിക്കാനും ഇതുമൂലം സാധ്യത ഒരുക്കും. ഇത്തരത്തിൽ ഏറ്റവും അനുപേക്ഷണീയമായ ഒരു നിയമനിർമ്മാണമാണ് 2023 കേരള പൊതുരേഖാ ബിൽ എന്ന പേരിൽ ബഹുമാനപ്പെട്ട സഭയുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ സാഹചര്യത്തിൽ നമ്മുടെ ചരിത്രവും ചരിത്രരേഖകളും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള മഹാരഥന്മാരുമൊക്കെ തന്നെ നിരൂപഭൂതമാക്കപ്പെടുമോ എന്ന ആശങ്ക അനുദിനം മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ചരിത്രം, ചരിത്രരേഖകൾ, ആ ചരിത്രരേഖകളുടെ പിറകിൽ കിടക്കുന്ന ഭൂതകാല ചരിത്രം, പാരമ്പര്യം, ഇതെല്ലാം കൊണ്ട് പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു നിയമത്തിൻ്റെ ആവശ്യകതയാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. സമഗ്രവും ഫലപ്രദമായ പരിശോധനയും പരിഗണനയുമെല്ലാം സെലക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആയതിനാൽ ഈ 2023 കേരള പൊതുരേഖാ ബിൽ പാസ്സാക്കുന്നതിന്
സഭയുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിത് അവതരിപ്പിക്കുകയാണ്. ഇനി 2023 കേരള പൊതുരേഖ ബിൽ സംബന്ധിച്ച് സെലക്ട് കമ്മിറ്റി റിപ്പോർട്ടിന് വിയോജനക്കുറിപ്പ് നൽകിയിട്ടുള്ള താഴെ പറയുന്ന അംഗങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഒന്ന് ശ്രീ അനൂപ് ജേക്കബ്. സർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രവും പൈതൃകവും സംരക്ഷിക്കുന്നതിനും പൊതുരേഖകളിലെ കൃത്യമായ പരിപാലനവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനുമായിട്ടാണ് ഈ ബില്ല് എന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രതിപാദിക്കുകയുണ്ടായി. സാറേ, ഈ ബില്ലിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ സ്പിരിറ്റിനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുകയും അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. എന്നാൽ അതിനകത്ത് അനിവാര്യമായ ചില വിഷയങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിലേക്കും സഭയുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സാറേ, പൊതുരേഖകൾ അവ സർക്കാർ വകുപ്പുകളുടേതോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടേതോ ആകട്ടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാലാതീതമായ ഓർമ്മകളാണ്. ഇവയുടെ സംരക്ഷണവും സ്വകാര്യ സ്രോതസ്സുകളിൽ നിന്ന് പുരാരേഖകളുടെ ഏറ്റെടുക്കലും ഒപ്പം റെക്കോർഡ് മാനേജ്മെൻറ്റിൻ്റെ ഫലപ്രദമായ സംവിധാനവും രൂപീകരിക്കലും നമ്മുടെ ചരിത്രത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതിന് അനിവാര്യവുമാണ്. സർ, ഈ ബില്ലിലെ ചില വ്യവസ്ഥകൾ അതിലുള്ള അവ്യക്തതകളും അപാകതകളും നിയമനിർമ്മാണത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ ദുർവ്യാഖ്യാനത്തിന് വിധേയമാക്കാനും അതുവഴി ജനാധിപത്യ മൂല്യങ്ങളെ ദുർബലപ്പെടുത്താനും ഇടയാകുമെന്നുള്ളതാണ് ഈ വിയോജനക്കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ സംവിധാനത്തെയും ജനാധിപത്യത്തെയും ബാധിക്കുന്ന അതീവ ഗൗരവമേറിയ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള പൊതുരേഖാ ബിൽ എന്ന പേരിലുള്ള ഈ നിയമം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ അടിസ്ഥാന അവകാശങ്ങളെയും നമ്മുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിശ്വാസ്യതയും നേരിട്ട് ബാധിക്കുന്നതാണ്. സാർ, ഓരോ ഗവൺമെൻറ്റുകൾ നടത്തുന്ന ഓരോ നടപടിയും ജനങ്ങളുടെ പരിശോധനയ്ക്ക് വിധേയമാവണം. സാർ, അങ്ങ് തന്നെ ഇവിടെ സംസാരിച്ച കൂട്ടത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുവാൻ ഉള്ള ശ്രമങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു എന്ന് പറയുകയുണ്ടായി. വളരെ വാസ്തവമായ ഒന്നാണ് സാർ. ഇന്ന് പല ചരിത്ര സത്യങ്ങളെയും വളച്ചൊടിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് താല്പര്യമുള്ള പുതിയ ചരിത്രം രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ന് രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണതയിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ്റുകൾ മാറി മാറി വരും. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു നിയമം മുന്നോട്ട് വെക്കുമ്പോൾ ആ നിയമം അതിൻ്റെ പൂർണ്ണതയിലെത്തുവാനും അത് ഗുണകരമാവുന്ന നിലയിൽ കൈമാറുവാനും നമുക്ക് കഴിയുക എന്നത് ആവശ്യമായ ഒന്നാണ്. സാർ, ഇവിടെ ഒരു സുതാര്യ ഭരണ സംവിധാനമുള്ള സ്റ്റേറ്റാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കാലാകാലങ്ങളായി നമുക്ക് ഒരുക്കിയെടുത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. സാർ, ഈ ബിൽ ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ ബില്ല് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒന്ന് ഭരണഘടനയുടെ അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കുന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സാർ, അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് അങ്ങേക്ക് തന്നെ അറിവുള്ളതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം പൊതുരേഖകൾ എല്ലാവർക്കും അവകാശം ഉറപ്പുവരുത്തുന്ന ഒന്നാണ്. എന്നാൽ നമ്മൾ ഈ ബില്ലിൽ പൊതുരേഖകൾക്ക് പ്രവേശനം പരിമിതപ്പെടുത്തുന്നു. സർ, സുപ്രീം കോടതി തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഭരണഘടനയുടെ ഭാഗമാണെന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ബില്ല് അത് ഇല്ലാതാക്കുമോ എന്നുള്ള ഒരു വിഷയം ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സർ, പുതിയ ബില്ലിലെ 12-ാം വകുപ്പ് പ്രകാരം പൊതുരേഖകൾ വ്യക്തികൾക്ക് ലഭ്യമാകണമെങ്കിൽ അത് ബന്ധപ്പെട്ട നിയന്ത്രണ അധികാരികളുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നത് ഈ RTI ആക്ടിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്കുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അത് കടന്നു വരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ചരിത്രപരമായി നോക്കിയാൽ ഇന്ത്യയിലെ പൊതുരേഖകൾ സംരക്ഷിക്കുന്നതിന് നിയമം അങ്ങ് തന്നെ ഇവിടെ പ്രതിപാദിച്ചതുപോലെ 93-ലെ പബ്ലിക് റെക്കോർഡ്സ് ആക്റ്റാണ്. അതിൽ സുതാര്യതയും അവകാശവും ഉറപ്പാക്കുന്ന നിലയിലേക്കാണ് അത് വന്നിരിക്കുന്നത്. മറ്റ് ഓരോ സ്റ്റേറ്റുകളിൽ ഇത് ഇനാക്ട് ചെയ്ത് വരുന്നതും. കേരള ബില്ല് ഇപ്പോൾ നമ്മളിവിടെ അങ്ങിവിടെ അവതരിപ്പിച്ച സെലക്ട് കമ്മിറ്റി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ ബില്ല് അത് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ആർക്കൈവ്സ് അത് ഒരു കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന ഒന്നാണ്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നിയമങ്ങൾ ഒരുപോലെ ബാധകമാവുന്നു. സോ, കേരളം കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം കേന്ദ്രത്തിൻ്റെ പബ്ലിക് റെക്കോർഡ്സ് ആക്ട് 93-നെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പബ്ലിക് റെക്കോർഡ്സ് ആക്ട് 93-ഉം കേരള പബ്ലിക് റെക്കോർഡ്സ് ബില്ലും തമ്മിൽ നിയമസംഘർഷം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളാണ്. അതിലൊന്ന്, ഈ ബില്ലിൽ 9-ാം വകുപ്പ് 2-ാം ഉപവകുപ്പ് പ്രകാരം 2023-ലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും പൊതുരേഖാ ബില്ലിൽ 4-8 വകുപ്പുകൾ ലംഘിക്കുന്ന ഏതൊരു വ്യക്തിക്കും അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ അകത്ത് ശിക്ഷാ നടപടികൾ കൊണ്ടുവരുന്നു എന്ന് അങ്ങ് ഇവിടെ പ്രസംഗിച്ച ആ ഭാഗമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 5 വർഷം വരെ തടവോ ശിക്ഷയോ അല്ലെങ്കിൽ 50,000 രൂപയോ ശിക്ഷ ലഭിക്കുന്നു എന്ന നിലയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്.
സാർ, ഇത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന കേന്ദ്ര ആക്ടിൻ്റെ വ്യവസ്ഥകൾക്ക് മുകളിലുള്ള ശിക്ഷാ നടപടികൾ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും ഇത് വൈരുദ്ധ്യമായ നിലയിലേക്ക് കടന്നു വരുന്നു. ഇവിടെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്ര വിവരാവകാശ നിയമം, പബ്ലിക് റെക്കോർഡ്സ് ബില്ല്, ഇപ്പോഴത്തെ 23 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നീ കേന്ദ്ര നിയമത്തിലെ പല വ്യവസ്ഥകളുമായി ഇതിലെ പല വകുപ്പുകളും ക്ലാഷ് ആവുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. സാർ, അങ്ങേക്കറിയാം, ഭരണഘടന തന്നെ ഉറപ്പ് നൽകിയിട്ടുള്ളൊരു വിഷയമാണ്, ഒരു സംസ്ഥാന നിയമം കേന്ദ്ര നിയമവുമായി വൈരുദ്ധ്യമുണ്ടെങ്കിൽ കേന്ദ്ര നിയമമാണ് നിലനിൽക്കുന്നത്. അത് വളരെ വ്യക്തമായി, ഞാൻ ആ പ്രൊവിഷനിവിടെ വായിക്കുന്നില്ല, അത് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അതിനാൽ തന്നെ ഈ ബില്ലിൽ ഭരണഘടനാപരമായി അതിനെ ദുർബലമാവുന്ന നിലയിലേക്ക് വരരുത് എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞാൻ ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ബില്ലിൻ്റെ ലക്ഷ്യം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പൊതുവെ സ്വീകാര്യമായ ഒന്ന് തന്നെയാണ്. അതിൻ്റെ നടപ്പാക്കൽ സാധ്യതകൾ മറ്റൊരു തരത്തിലേക്ക് ആശങ്ക ഉളവാക്കുന്ന നിലയിലേക്ക് വരുന്നു. അതായത് സെക്ഷൻ 3 സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പിൻ്റെ ഡയറക്ടറിന് രേഖകളുടെ സംരക്ഷണവും നിയന്ത്രണവും നൽകിയിരിക്കുന്നു. പക്ഷേ സെക്ഷൻ 22 പ്രകാരം സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് അത് രേഖകളുടെ നാശം, പ്രവേശനം, ക്ലാസിഫൈഡ് രേഖകളുടെ ഡൗൺഗ്രേഡിംഗ് എന്നിവയെല്ലാം സർക്കാരിൻ്റെ ഇച്ഛാനുസരണമാകുന്ന നിലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട രേഖകൾ മൂടിവെക്കാനോ വിവിധ ഏതെങ്കിലും തരത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്താനോ ഉപകരിക്കപ്പെടുന്നു എന്നുള്ള ആശങ്ക അവിടെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് പലതരത്തിലുള്ള കേസുകൾ വരുമ്പോൾ അത് ഡിഫേസ്ഡ് ആണെന്ന് പറഞ്ഞ് നശിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഉണ്ടാവുന്നത് എന്നുള്ള മറ്റൊരു വിമർശനമാണ് എന്നെ ചൂണ്ടിക്കാട്ടുന്നത്. സാർ, ഒപ്പം തന്നെ ഇതിൽ സെക്ഷൻ 4 ഉൾപ്പെടുത്തിയിരിക്കുന്ന പൊതുരേഖകൾ സംസ്ഥാനത്തിന് പുറത്തു കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുന്നു. ഔദ്യോഗിക ആവശ്യത്തിന് പോലും സർക്കാർ അനുമതി വേണം. ഇത് പലപ്പോഴും ഗവേഷകർ, ചരിത്രകാരന്മാർ തുടങ്ങിയവർക്ക് തടസ്സമാവുന്ന നിലയിലേക്ക് മാറരുത് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ചരിത്രം, സാമൂഹ്യ സാംസ്കാരിക പൈതൃകം, ദേശീയ അന്താരാഷ്ട്ര ഗവേഷണങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് തടയിടുന്ന നിലയിലേക്ക് മാറാൻ പാടില്ല. ഒരു പോസിറ്റീവ് ആംഗിളിൽ ഈ വിഷയത്തെ ഗവൺമെൻറ് കാണണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ. ഒപ്പം തന്നെ അടുത്തതായിട്ട് ആർക്കൈവൽ അഡ്വൈസറി ബോർഡിൻ്റെ രൂപീകരണം പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. ചെയർമാൻ, ആർക്കൈവ്സ് വകുപ്പ് സെക്രട്ടറി, മറ്റംഗങ്ങൾ, സർക്കാർ നോമിനേഷൻ. ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ സ്വതന്ത്രമായ ധാരണകൾക്ക് സ്ഥാനമില്ല. പ്രതിപക്ഷത്തിനോ സിവിൽ സൊസൈറ്റിക്കോ ഗവേഷക സമൂഹത്തിനോ പ്രാതിനിധ്യം നിഷേധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ സർക്കാർ നിയന്ത്രണമായ ബോർഡ് ഒരു നിഷ്പക്ഷമായ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നത് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. സർ, കേരളത്തിലെ പുരാരേഖ വകുപ്പ് നമ്മുടെ സംസ്കാരത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ രേഖകൾ സംരക്ഷിക്കുന്നതിനുള്ള ഈ മഹത്തായ സ്ഥാപനം എന്ന നിലയിൽ അങ്ങ് സൂചിപ്പിച്ച പോലെ അത് തന്നെ കോട്ട് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു പൂർണ്ണത നമുക്ക് ഉറപ്പുവരുത്താൻ ഈ നിയമത്തിലൂടെ സാധ്യമാവണം. സർ, ഇവിടെ അങ്ങ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരും. ചരിത്രത്തെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് അനുസൃതമായി പുനർലേഖനം ചെയ്യാനുള്ള സാധ്യതകൾ ഇന്ന് വളരെയേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പേരിൽ നടത്തുന്ന വിവിധ ഭരണ നടപടികളുടെ രേഖകൾ ഭാവി തലമുറകൾക്ക് തെളിവായി നിലനിൽക്കണം. എന്നാൽ ഭരണകൂടത്തിന് അനുകൂലമല്ലാത്ത രേഖകൾ നശിപ്പിക്കപ്പെടാനും മറച്ചുവെക്കാനുമുള്ള സാധ്യതകൾ, ഇതിലൂടെ ജനങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങൾ തകരുകയും സർക്കാരിൻ്റെ തെറ്റുകൾ മറച്ചുവെക്കാനുള്ള സാഹചര്യങ്ങൾ വരികയും ചെയ്യും. പൊതുരേഖകളുടെ കാര്യത്തിൽ രാഷ്ട്രീയ നിർദ്ദേശപ്രകാരമുള്ള സിലക്റ്റീവ് ഡിസ്ക്ലോഷർ സാധ്യം. ആ സിലക്റ്റീവ് ഡിസ്ക്ലോഷർ അല്ല വേണ്ടത്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അറിയാൻ കഴിയുക എന്നുള്ളത്. വിവരാവകാശ നിയമമൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെച്ചിരിക്കുക. അപ്പോൾ സെലക്റ്റീവ് ഡിസ്ക്ലോഷറിലേക്ക് ഈ നിയമത്തിലെ പല ക്ലോസുകളും കൊണ്ടുവന്നെത്തിക്കുന്നു. സാറേ, ചരിത്ര ഗവേഷകർ, പണ്ഡിതർ, അക്കാഡമിക് രംഗത്തുള്ളവർ പുരാരേഖ വകുപ്പിലെ രേഖകളെ ആശ്രയിച്ചാണ് സ്വാഭാവികമായിട്ടും പഠനങ്ങളും ഗവേഷണങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ടുള്ളത്. ഈ ബിൽ പ്രകാരം അവരുടെ സ്വാതന്ത്ര്യത്തിനും സാധ്യതകൾക്കും വലിയ നിയന്ത്രണം വരുന്നുണ്ട്. അപ്പോൾ അത് ഗവേഷണത്തിന് ആവശ്യമായ രേഖകൾ ഗവേഷകരിൽ നിന്ന് മറച്ചുവെക്കപ്പെടുകയും സർക്കാരിന് അനുകൂലമായ ക്യൂറേറ്റഡ് ഹിസ്റ്ററിയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ള വിഷയം ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ പൊതുരേഖകൾ നമുക്ക് സ്വാഭാവികമായിട്ടും സമൂഹത്തിൻ്റെ ജീവിച്ച ചരിത്രത്തിൻ്റെ തെളിവുകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സാമൂഹിക പോരാട്ടങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രം, തൊഴിലാളി സമരങ്ങൾ, വിവിധ തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ, ഭരണകൂടത്തിൻ്റെ നേട്ടങ്ങൾ, പരാജയങ്ങൾ, ഇതെല്ലാം രേഖകളിൽ നിന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിൽ കൊണ്ടുവരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ്. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ നിയന്ത്രിത ചരിത്ര വിവരണം മാത്രമേ ഭാവിയിൽ നിലനിൽക്കൂ എന്ന സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഭാഗത്തിലൂടെ ഞാൻ വീണ്ടും പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. സാർ, രേഖകൾ ഇല്ലാതാക്കുന്നവർ ചരിത്രത്തെ ഇല്ലാതാക്കുന്നതും ചരിത്രം ഇല്ലാതാക്കുന്നവർ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നു എന്ന നിലയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. സാർ, ബില്ലിൻ്റെ ഈ കണ്ടം 4-ൽ പൊതുരേഖകൾ സംസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വിലക്ക് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അങ്ങേക്ക് തന്നെ അറിയാം, ഇത് ഡിജിറ്റൽ കാലഘട്ടമാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ രേഖകളുടെ കൈമാറ്റം ഭൗതികമായി മാത്രമല്ല ഡിജിറ്റൽ രൂപത്തിലും വരുന്നു. ആ ഒരു ഭാഗത്തെ പൂർണ്ണമായി അഡ്രസ്സ് ചെയ്യാൻ ഈ ബില്ലിൽ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഡിജിറ്റൽ രൂപത്തിൽ ഈ ഡിജിറ്റൽ ഡോക്യുമെൻറ്റുകളുടെ കൈമാറ്റം അതിനെ സംബന്ധിച്ചൊരു വ്യക്തത നിർബന്ധമായിട്ടും ഈ ബില്ലിൽ വരേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റെക്കോർഡ് ഓഫീസേഴ്സിൻ്റെ റെക്കോർഡ് മാനേജ്മെൻറ്റിൻ്റെ ട്രെയിനിങ് അതിനെ സംബന്ധിച്ച് അത് ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഏത് രീതിയിൽ ഇതിൻ്റെ പരിശീലനം ഏതൊക്കെ രീതിയിൽ കൊണ്ടുവരണം, അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനും ഒപ്പം തന്നെ അവരുടെ പരിശീലനം ഏത് നിലയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചും ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ആശാസ്യമായ ഒന്നല്ല. സോ ഒപ്പം തന്നെ ഇതിലെ 7-ാം വകുപ്പ് പ്രകാരം റെക്കോർഡ്സ് ഓഫീസർക്ക് പൊതുരേഖകൾ വീണ്ടെടുക്കുന്നതിനും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുമുള്ള ആവശ്യത്തിനായി 7-ാം വകുപ്പ് 3-ാം വകുപ്പ് 1 പ്രകാരം ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥന് സേവനം ആവശ്യപ്പെടാം. അപ്പം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ അത്തരത്തിലുള്ള എല്ലാ സേവനങ്ങൾ നൽകേണ്ടതാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും വിവിധ വകുപ്പുകൾ തമ്മിൽ നേരത്തെ സെൻട്രൽ ആക്റ്റും നമ്മുടെ ഈ വരുന്ന ആക്റ്റും തമ്മിൽ ക്ലാഷ് ഉണ്ടാകുമെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ക്ലാഷിനും ഇടവരും, സ്വാഭാവികമായിട്ടും ഇടവന്നിരിക്കും. അതിൻ്റെ അകത്ത് കാരണം ഈ നിയമപ്രകാരം സമൺ ചെയ്താൽ വരേണ്ടതായിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ടും ഈ വരുന്ന ഉദ്യോഗസ്ഥർ അവരുടെ പദവികൾ തമ്മിൽ ഉയർന്ന പദവിയിലും അല്ലാത്ത പദവിയിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത്തരത്തിലുള്ള ക്ലാഷ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ക്ലോസ് പ്രകാരം 7 വകുപ്പ് പ്രകാരം കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഒപ്പം തന്നെ സുരക്ഷാ വിഭാഗത്തിൽപ്പെടുന്ന പൊതുരേഖകൾ സംസ്ഥാന പുരാരേഖ വകുപ്പിന് കൈമാറേണ്ടതില്ല എന്ന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏതൊരു രേഖകൾ സുരക്ഷാ വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ ബില്ലിൽ നിർവഹിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ കാലക്രമേണ സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലാതാകും. ആ രേഖകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള വ്യവസ്ഥകളുണ്ടാകും. ഈ സുരക്ഷാ പ്രശ്നം ഇന്ന് ലൈവായിട്ടുള്ള സുരക്ഷാ പ്രശ്നം 50 വർഷമോ അല്ലെങ്കിൽ 100 വർഷമോ കഴിയുമ്പോൾ ആയിരിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിവിടെ പ്രതിപാദിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സുരക്ഷാ പ്രശ്നം എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യക്തത കൂടുതൽ ഈ ബില്ലിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ സ്വകാര്യ സ്രോതസ്സുകളിൽ നിന്ന് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ വില നിർണ്ണയം, ഇപ്പോൾ ഏതൊക്കെ സ്വകാര്യ സ്രോതസ്സുകൾ ചില കമ്മിറ്റി വന്ന് ചർച്ച ചെയ്തതനുസരിച്ച് പല തലത്തിൽ അത് കടന്നു വരാം. അപ്പോൾ അതിനൊരു മാനദണ്ഡങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ ഇതിൻ്റെ വില നിർണ്ണയം നടത്തുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശം ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല. ഏത് രീതിയിൽ നമുക്ക് ഇതിൻ്റെ വില നിർണ്ണയിക്കപ്പെടാം എന്നതിനെ സംബന്ധിച്ച്. സാർ, ഇത് ഈ 17(1) പ്രകാരം സ്വകാര്യ സ്രോതസ്സുകളിൽ നിന്ന് പുരാരേഖകൾ പർച്ചേസ് കമ്മിറ്റി മുഖേന വാങ്ങുമ്പോൾ അവയുടെ വില നിർണ്ണയിക്കുന്നതിനായി ബോർഡിന് ആവശ്യമായി കരുതുന്ന പക്ഷേ 2 വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്യാവുന്നതാണ് എന്ന് വ്യവസ്ഥയുണ്ട്. ഈ വ്യക്തികളുടെ യോഗ്യത സംബന്ധിച്ച് വിവരം ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൊരു വിഷയമാണ്. ഇതുമൂലം താല്പര്യമുള്ളവരെ നിയോഗിക്കുന്ന നിലയിലേക്ക് മാറി വരുന്നു എന്ന നിലയിൽ സർക്കാരിൻ്റെ പ്ലഷറിനനുസരിച്ച് ഒരാളെ മാറ്റാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റാനോ വരുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. അത് ഒരിക്കലും ഒരു അനുകരണീയമായ ഒന്നല്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. സാർ, ഈ ബില്ലിൻ്റെ പൊതുവായ രീതിയിലുള്ളതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യാൻ, പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂനതകളും കാര്യങ്ങളും നിർബന്ധമായും പരിഹരിച്ച് തന്നെ ഇത് മുമ്പോട്ട് പോകണം. ഒപ്പം തന്നെ ഡിജിറ്റലൈസേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും കൂടുതൽ അവിടെ വിസിറ്റേഴ്സും അടക്കം കടന്നു വരുന്ന ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒന്നാണ് ഹിൽ പാലസ് മ്യൂസിയം. ഇപ്പോൾ അങ്ങ് ഇവിടെ ട്രിവാൻഡ്രത്തെയും പുതുതായിട്ട് ആരംഭിച്ച ഡിജിറ്റൽ മ്യൂസിയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഹിൽ പാലസ് മ്യൂസിയത്തിന് വേണ്ടത്ര പരിഗണന ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. കാലാനുസൃതമായുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇപ്പോൾ അവിടെ ഡിജിറ്റലൈസേഷൻ മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പൊട്ടൻഷ്യൽ പൂർണ്ണമായി ഉപയോഗിക്കുന്ന നിലയിലുള്ള ഒരു പ്രൊജക്റ്റും ഹിൽ പാലസ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒന്നാണ് ഹിൽ പാലസ്. ആ ഹിൽ പാലസിന് ആവശ്യമായ അവിടെ ഒരുപാട് അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പോലുള്ള വളരെ നൂതനമായ ആശയങ്ങൾ മുമ്പോട്ട് വെച്ചിട്ട് പോലും കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഗവൺമെൻറ് പരിഗണിച്ചിട്ടില്ല എന്നത് വളരെ പ്രതിഷേധാർഹമായ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനനുസൃതമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഹിൽ പാലസിന് ഉദാഹരണം പറയുമ്പോഴും അതുപോലുള്ള ഒട്ടനവധി സംരക്ഷിത സ്മാരകങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അധീനതയിലുണ്ട്. അതിനനുസൃതമായ ക്രമീകരണങ്ങൾ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാനും സാധ്യമാവണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വിയോജനക്കുറിപ്പ് ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്.
അടുത്തതായി ബഹുമാനപ്പെട്ട മെമ്പർ എന്നെ നെല്ലിക്കുന്നിന് സംസാരിക്കാവുന്നതാണ്. സർ, സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത് പ്രകാരമുള്ള ബില്ലിലെ വ്യവസ്ഥകളോട് ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരവും ചരിത്രവും വിളിച്ചോതുന്നത് അവിടുത്തെ പുരാരേഖകളാണ്. അവയെ കണ്ടെത്തുന്നതിനും ഉള്ളവയെ സംരക്ഷിക്കുന്നതിനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താനുള്ള ഒരവസരമാണ് ഇത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. കാസർഗോഡിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കാസർഗോഡ് ജനിക്കുകയും കാസർഗോഡ് ഇപ്പോൾ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നേക്കാൾ കൂടുതൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രന് കാസർഗോഡിനെ കുറിച്ചറിയാം. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ലോകസഭയിലേക്ക് പോയി. അതിനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് നൽകിയത് കാസർഗോഡിൻ്റെ മണ്ണാണ് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കാസർഗോഡിൻ്റെ ചരിത്രം എല്ലാവരേക്കാളും കൂടുതൽ അറിയുന്ന ആളാണ് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർകൾ. ഇപ്പോൾ കാസർഗോഡിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കുള്ള പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്ത് ഇത്രമാത്രം രാജ്യങ്ങളുടെ ഇടയിൽ ഇത്രമാത്രം ഭാഷകൾ, ജാതികൾ, സംസ്കാരങ്ങൾ ഉള്ള ഒരു രാജ്യം ഇന്ത്യയല്ലാതെ വേറെയില്ല. ആ ഇന്ത്യയുടെ ഒരു റെപ്ലിക്ക, ഒരു പ്രതിരൂപമാണ് കാസർഗോഡ്. കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി എന്നാണ് കാസർഗോഡ് അറിയപ്പെടുന്നത്. പക്ഷേ 7 ഭാഷകളിൽ കൂടുതൽ കാസർഗോഡ് സംസാരിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അതുപോലെ കാസർഗോഡ് ഉള്ള മതങ്ങളെക്കുറിച്ച്, ജാതികളെക്കുറിച്ച്, സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ മന്ത്രിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ കാസർഗോഡിൻ്റെ ഈ സവിശേഷതയെക്കുറിച്ച്, കാസർഗോഡിൻ്റെ ഈ പാരമ്പര്യത്തെക്കുറിച്ച്, സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് വല്ല രേഖകളും നമ്മുടെ കൈവശമുണ്ടോ? അപ്പോൾ ഈ ജില്ലയുടെ പഴയകാലം അന്വേഷിച്ച് പോകുന്നവർക്ക് ഇപ്പോൾ നിരാശയാണ് ഫലം. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കാസർഗോഡ് മദ്രാസ് പ്രസിഡൻസിയിലെ ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായിരുന്നു. മദ്രാസ് ആർക്കിവൈസിൽ കുറേ രേഖകൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ മലബാറിനെ സംബന്ധിക്കുന്ന രേഖകൾ, അത് കാസർഗോഡിനെ മാത്രമല്ല മലബാറിനെ സംബന്ധിക്കുന്ന രേഖകൾ നമുക്ക് കൈമാറിയിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അത് കൈമാറിയിട്ടുണ്ട് എങ്കിൽ അവ കൃത്യമായി രേഖപ്പെടുത്താനോ പൂർണ്ണമായ ലിസ്റ്റ് ഉണ്ടാക്കാനോ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഒരു നല്ല പത്രപ്രവർത്തന ചരിത്രമുണ്ട് സർ കേരളത്തിന്. പക്ഷേ ഒരു ന്യൂസ് പേപ്പർ ആർക്കിവൈസ് ഇല്ല. പുരാവകുപ്പിൻ്റെ ജോലി എന്നത് കേരളത്തിലെ സമ്പന്നമായ പുരാരേഖകളുടെ സംരക്ഷണവും പരിപാലനവുമാണ്. പക്ഷെ അത് ഇവിടെ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഈയിടെ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു അന്വേഷണ പരമ്പരയുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണ പരമ്പരയിൽ ഒരു ദിവസം അവരുടെ ഫീച്ചറിന് നൽകിയ തലക്കെട്ട് എന്ന് പറയുന്നത് ഇൻ എ ഷാമ്പിൾസ് സോറി സ്റ്റേറ്റ് ഓഫ് ആർച്ചീവ്സ് ഇൻ കേരള ആസ് എക്സ്പേർട്സ് സൗണ്ടിങ് അലാം ബെൽസ്. രണ്ടാമത്തെ ദിവസത്തെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു സർ, ആസ് ഫോക്കസ് ഷിഫ്റ്റ്സ് അവേ ഫ്രം ആർച്ചീവ് സ്റ്റേറ്റ്സ് റിച്ച് ഹിസ്റ്ററി അറ്റ് റിസ്ക് ഓഫ് ഇറാസർ. മൂന്നാമത്തെ ദിവസം അവർ നൽകിയ തലക്കെട്ട് സ്റ്റേറ്റ്സ് റിച്ച് ഹിസ്റ്ററി സ്ലോലി ഗെറ്റിംഗ് ഇറാസ്ഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുരാരേഖകളുടെ ദയനീയമായ ഇന്നത്തെ അവസ്ഥയെന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സർ, കേരളത്തിലെ പുരാരേഖകളുടെ വിശദമായ ഒരു കാറ്റലോഗ് പോലും ഈ ബില്ലിപ്പോൾ പാസ്സാക്കുന്ന ഈ സമയത്ത് പോലും നമുക്ക് കേരളത്തിലെ പുരാരേഖകളുടെ വിശദമായ ഒരു കാറ്റലോഗ് പോലും ഇന്ന് നമ്മുടെ കൈവശമില്ല. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അന്നത്തെ സർക്കാർ തുടങ്ങിവെച്ച താളിയോല ചുരണ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട മന്ത്രി അതൊന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല ശേഖരത്തിലെ 1 കോടിയിലധികം വരുന്ന രേഖകൾക്ക് സ്ഥിരമായി പ്രത്യേക പരിശീലനം നൽകിയ 40ഓളം താൽക്കാലിക ജീവനക്കാർ കൃത്യമായി ചുരണപ്പൊടി തുടച്ച് പ്രത്യേകം തയ്യാറാക്കിയ പുൽത്തൈലം കൊണ്ട് വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്നു. ആ പ്രക്രിയ ഇപ്പോൾ നടക്കുന്നില്ല എന്നത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ രേഖകൾ, തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ താളിയോലയിലും പേപ്പറിലും ഉള്ളത് സൂക്ഷിച്ചിരിക്കുന്നത് സെൻട്രൽ ആർക്കൈവ്സിൽ എന്നാണ് വകുപ്പ് പ്രസിദ്ധീകരിച്ച ഗൈഡ് ടു സെൻട്രൽ ആർക്കൈവ്സ് എന്ന ഗ്രന്ഥത്തിൽ കാണുന്നത്. പ്രസ്തുത ഹൈക്കോടതി രേഖകൾ ഇപ്പോഴും പൊടിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ സെല്ലാർ റിക്കാർഡ്സിലാണ് സെക്രട്ടേറിയറ്റിലെ നിഷ്ക്രിയ ഫയലുകൾ സൂക്ഷിക്കുന്നത്.
ആയിരക്കണക്കിന് ഇത്തരം ഫയലുകൾ ആർക്കൈവ്സ് വകുപ്പിലേക്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ എല്ലാ റൂമിൽ കഴിഞ്ഞ 3 വർഷമായി ഒരൊറ്റ ഫയൽ പോലും പുരാരേഖ വകുപ്പിലേക്ക് ലിസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ ബില്ല് വളരെ അഭിമാനത്തോടുകൂടി ബില്ല് പാസ്സാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ സർ? ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുകയാണ്. ഒറ്റൊരു മിനിറ്റ്. അപ്പോൾ കുറ്റകരമായി ഈ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശമ്പള ഇനത്തിൽ ഈ കാലയളവിൽ 25 ലക്ഷത്തിലധികം രൂപ അവർ കൈപ്പറ്റിയിട്ടുണ്ട്. എന്തിനാണ് സാർ 25 ലക്ഷം രൂപ കൈപ്പറ്റിയത്? എന്ത് ജോലി എടുത്തതിൻ്റെ പേരിലാണ്? അപ്പോൾ ഇക്കാര്യത്തിൽ നാളിതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങ് 25 വയസ്സിൽ കാസർകോട്ട് MP ആയിരുന്നപ്പോൾ അങ്ങയുടെ ഉഷാറുമൊക്കെ നല്ലതുപോലെ അനുഭവിച്ച ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഈ കാര്യത്തിൽ ആ പഴയ ഉഷിരി അങ്ങ് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുരാരേഖ ബില്ലിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചരിത്രം ഒക്കെ ഉറങ്ങിക്കിടക്കുന്നത് ഇതുപോലെയുള്ള ആർക്കൈവ്സിലുള്ള കുറേ രേഖകളും പുരാവസ്തുക്കളിൽ നിന്നുമൊക്കെയാണ്. സ്വാഭാവികമായും ഈ ബില്ല് കേരളത്തിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പഴയ രേഖകളും കുറേ ആർക്കൈവ്സിലുള്ള പൊതു ആർക്കൈവ്സിലുള്ളതും ഒരുപാട് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള ഒരുപാട് രേഖകളൊക്കെ ഉണ്ട്. ഈ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള രേഖകൾ അത് പിടിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ അതിന് കാശ് കൊടുത്ത് വാങ്ങിക്കുവാനോ സർക്കാരിന് വല്ല അധികാരങ്ങളുണ്ടോ? പിന്നെ രണ്ടാമത്, ഇത് എപ്പോഴും ഇതുപോലെയുള്ള ബില്ലൊക്കെ വരുമ്പോൾ ഇപ്പോൾ ബാബരി മസ്ജിദൊക്കെ തകർക്കപ്പെടാൻ കാരണമാക്കി അതിന് ഉയർത്തിക്കൊണ്ടുവന്ന രേഖകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സയൻറ്റിഫിക്കലി ഒരിക്കലും പ്രൂവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ്. അപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി ചരിത്രത്തെ പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ ബില്ലിൻ്റെ രൂപാന്തരപ്പെടുമോ എന്നുള്ള ആശങ്ക കൂടി ഈ ബില്ലിൻ്റെ പിന്നിലില്ലേ? ഈ ബില്ലിൽ പല അപാകതകളുമുണ്ട്. അതാണ് ശ്രീ അനൂപ് ജേക്കബ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. അങ്ങിപ്പോൾ ഇവിടെ പറഞ്ഞു പല സ്വകാര്യ വ്യക്തികളുടെ കൈവശവും വളരെ അമൂല്യമായ രേഖകളുണ്ട് എന്ന്. അപ്പോൾ അത് അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കാസർഗോഡ് മാലിക് ദിനാർ ജുമാ മസ്ജിദ്. അങ്ങക്കറിയാം, കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു പള്ളിയാണ്. ഹിജ്റ 22-ാം വർഷം ഹിജ്റ 22-ാം വർഷം റജബ് 13 തിങ്കളാഴ്ചയാണ് ആ പള്ളിയുടെ ഉദ്ഘാടനം നടന്നത്. 1400 വർഷം കഴിഞ്ഞു. ആ ഉദ്ഘാടനം നടന്നു. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഇന്നും നമുക്ക് പള്ളിയുടെ അകത്ത് ഒരു വാതിൽ കാണാം. ആ വാതിലിൽ അറബിയിൽ ചിലത് കുറിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് അത് എന്ന് അത് അന്വേഷിക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ ബില്ല്, ഈ പുരാരേഖ ബില്ല് വളരെ അഭിമാനത്തോടുകൂടി പാസ്സാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടത്, പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ കാസർഗോഡ് തളങ്കര പടിഞ്ഞാറിൽ അവിടെയുള്ള ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു കല്ലുണ്ട് സർ. ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാസർഗോഡ് തളങ്കര നിങ്ങൾക്ക് അറിയാമല്ലോ. ആ തളങ്കര പടിഞ്ഞാറിൽ ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു കല്ലുണ്ട്. അതിൽ ചില കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട്. ഏത് ഭാഷയാണ് അതെന്നറിയില്ല. ആളുകൾ പറയുന്നത് പണ്ട് രാജാക്കന്മാർ കൊടുത്ത പ്രമാണമാണ് അത് എന്നാണ്. അത് പരിശോധിക്കേണ്ടത്. ഈ ബില്ല് നമ്മൾ പാസ്സാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ കാസർകോട്ടെ വളരെ പുരാതനമായ ക്ഷേത്രം മധൂർ ശ്രീ മദനേന്ദ്രേശ്വര വിനായക ക്ഷേത്രം, സ്കന്ദ പുരാണത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1200 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രം പണിതത്. കൊത്തുപണികൾ അവിടെ ധാരാളമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഈ പുരാതന ക്ഷേത്രം പണിതത് മായിപ്പാടി രാജാവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അന്വേഷിക്കേണ്ട, മായിപ്പാടി രാജാവിൻ്റെ കൊട്ടാരമൊക്കെ ഇപ്പോൾ അവിടെയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതായിരുന്നു. നമ്മുടെ പുരാവസ്തുവുമായി ബന്ധപ്പെട്ട് കാസർഗോഡിൻ്റെ വലിയ സമ്പന്നമായ ചരിത്രത്തിലെ ഓരോ ഏടുകളാണ് പറയുന്നത്. കാസർഗോഡ് ജില്ലയുടെ അങ്ങേയറ്റമാണ് മഞ്ചേശ്വരം. അവിടെ നമ്മുടെ മുൻമന്ത്രി ജി സുധാകരൻ, അദ്ദേഹം സഹകരണ മന്ത്രിയായപ്പോൾ ഒരു 150 വർഷം പഴക്കമുള്ള പഴയ രജിസ്ട്രേഷൻ ഓഫീസ് ഉദ്ഘാടനത്തിന് വന്നിരുന്നു. പഴയ ഓഫീസ് അത് പൊളിച്ചു മാറ്റാൻ പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ചരിത്രവും കണ്ടപ്പോൾ നമുക്കതൊരു വലിയ പുരാവസ്തു കേന്ദ്രമായി നിർമ്മിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈനരുടെ നാടായിരുന്നു മഞ്ചേശ്വരം. ഇപ്പോഴും ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈനക്ഷേത്രം ബങ്കര മഞ്ചേശ്വരം സ്കൂളിൻ്റെ മുമ്പിലുണ്ട്. ഇതൊക്കെ ഈ പുരാവസ്തുവിൻ്റെ ഭാഗമായി ചരിത്രരേഖകൾ ഉൾപ്പെടുത്തേണ്ടതല്ലേ? അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. കാസർഗോഡിൻ്റെ പഴയകാലത്തെ വിസ്മരിച്ചുകൊണ്ട് വിസ്മൃത കോടിയിലേക്ക് തള്ളിക്കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രം എഴുതാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങയുടെ തന്നെ മണ്ഡലമായ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബ്യാരി ഭാഷ,
ആ ബ്യാരി ഭാഷ കേരളത്തിൽ എവിടെയുമില്ല. ആ ബ്യാരി ഭാഷയുടെ ഉത്ഭവം, ആ ബ്യാരി ഭാഷയുടെയൊക്കെ ചരിത്രം ഒക്കെ നമ്മൾ പഠിക്കണം. ഈ പുരാരേഖ ബില്ല് പാസ്സാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിരുന്നു എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി കാസർഗോഡ് MP ആയിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അത് പറഞ്ഞല്ലോ. പറഞ്ഞല്ലേ? ആ, പ്രസംഗം ആരംഭിച്ചതിന് അത് പറഞ്ഞിട്ടാണ്. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ലോകസഭയിലേക്ക്, ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാനുള്ള ഭാഗ്യം നൽകിയത് കാസർഗോഡാണ്. അവര് എതിരാളി ആരാണെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ആ പഴയ കാലം പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എതിരാളി ആരാണ് എന്നോ, അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നു. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മഹാനായ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം വിജയിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. കാലിനടിയിലെ ചുവപ്പ് മാറാത്ത ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനെ പാർലമെന്റിലേക്ക് അയച്ചത് കാസർഗോഡാണ് എന്ന്. അത് ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അങ്ങയുടെ സമയം. ഓക്കെ, സമയം. സ്പീക്കർ സാർ ഞാൻ ചുരുക്കാം. അപ്പോൾ ആർക്കൈവ്സ് ഹെറിറ്റേജ് സെൻ്ററുകളെ കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സെൻ്ററുകൾ ഇന്ന് വെറും നോക്കുകുത്തികളാണ്. ആർക്കൈവ്സിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വൈക്കം, കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി, കൊല്ലം എന്നീ സ്ഥലങ്ങളിൽ ഹെറിറ്റേജ് സെൻ്ററുകൾ ആരംഭിച്ചുവെങ്കിലും അവിടെ ഒരു രേഖാ സംരക്ഷണ പ്രവർത്തനമൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. എന്നെക്കാൾ കൂടുതൽ കണ്ണൂരിലെ കാര്യമൊക്കെ മന്ത്രിക്ക് അറിയുന്നതാണ്. ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. ഉദ്ഘാടനത്തിന് വേണ്ടി ചില രേഖകൾ അവിടെ കൊണ്ടുവച്ചതല്ലാതെ ഗവേഷകർക്ക് അവിടെ വന്ന രേഖകൾ പരിശോധിക്കുന്നതിന് ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. ഇത്തരം സംവിധാനങ്ങൾ തുടങ്ങിയത് ഈ സെൻ്ററുകൾ തുടങ്ങിയവർക്ക് പോലും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ബില്ലിൽ ഉള്ള കുറേ അപാകതകളെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ബില്ലിൽ പറയുന്ന ഒരു കാര്യം, പൊതുരേഖകൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നുള്ള വിലക്ക് സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെയല്ലാതെ യാതൊരു വ്യക്തിയും സ്ഥാപനവും പൊതുരേഖകൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയോ കൊണ്ടുപോകാൻ ഇടവരുത്തുകയോ ചെയ്യാൻ പാടില്ലാത്തതെന്നാണ്. കൂടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, എന്നാൽ ഔദ്യോഗിക ആവശ്യത്തിനായി ഏതെങ്കിലും പൊതുരേഖകൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനോ അയച്ചു കൊടുക്കുന്നതിനോ അങ്ങനെയുള്ള മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമില്ലാത്തതാണ് എന്ന്. അപ്പോൾ സർക്കാരിന് തോന്നിയ പോലെ നമ്മുടെ പുരാരേഖകൾ ഏത് രാജ്യത്തേക്കും കൊണ്ടുപോകാം എന്നാണോ ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കിയാൽ കൊള്ളാം. സർക്കാരിന് ഇപ്പോൾ ഇവിടെ TV ഇബ്രാഹിം സൂചിപ്പിച്ചു, വ്യക്തികളുടെ ഒക്കെ കയ്യിലുള്ള രേഖകൾ അത് വ്യക്തികൾ കൊണ്ടുപോകും. പക്ഷേ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഒരു രേഖയും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സർക്കാർ വിചാരിച്ച എന്തും വിദേശ രാജ്യങ്ങളിലേക്ക് കടത്താം. അതേക്കുറിച്ച് ഒരു വ്യക്തത വേണമായിരുന്നു എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. അത് ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. മെമ്പർ ചുരുക്കണല്ലോ, സമയം. ഓക്കെ. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നമ്മുടെ ആർക്കൈവ്സിനെ കുറിച്ച് നമ്മുടെ ഡോക്ടർ TM തോമസ് ഐസക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ആർക്കൈവ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കേരള ചരിത്രത്തോടും നമ്മുടെ പാരമ്പര്യത്തോടും ചെയ്യുന്ന ഏറ്റവും സംസ്കാരശൂന്യമായ വണ്ടലിസമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ്. അപ്പോൾ ആ വണ്ടലിസം എന്ന വാക്കിൻ്റെ അർത്ഥം കുറ്റകരമായ നിഷ്ക്രിയത്വം, വിധ്വംസനശീലം, വസ്തുതകൾ മനഃപൂർവ്വം നശിപ്പിക്കുകയോ വികലപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് എന്ന ഒരു അർത്ഥം കൂടി അന്ന് അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പോൾ അതുകൂടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വിയോജനം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രീ ഉബൈദുള്ള, അങ്ങേക്ക് സംസാരിക്കാൻ നോക്കൂ. സർ, ചരിത്രാന്വേഷികൾ വളരെ കൗതുകത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമനിർമ്മാണത്തിനാണ് നമ്മൾ ഇന്നിവിടെ സാക്ഷിയാവുന്നത്. ഇത്തരമൊരു ബില്ല് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ച ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ സഹപ്രവർത്തകൻ എന്നെ നെല്ലിക്കുന്നിൻ്റെ പ്രസംഗം കേട്ടാൽ ഇതൊരു കാസർഗോഡ് ബില്ലാണ് എന്ന് തോന്നിപ്പോകും. ഇത് കാസർഗോട്ടെ പൊതുരേഖയും പുരാരേഖയും സംരക്ഷിക്കാനുള്ള ബില്ലല്ല. ഇത് നമ്മുടെ സംസ്ഥാനത്താകമാനമുള്ള
പുരാവസ്തുക്കൾ, പുരാരേഖകൾ, പൊതുരേഖകൾ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബില്ലാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ ബില്ലിനെ കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനത്താകമാനം ഇവിടെ ബഹുമാന്യ നെല്ലിക്കും സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള നിരവധി ആരാധനാലയങ്ങളുണ്ട്, മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം. ഇവിടെ നേരത്തെ ശ്രീ അഷ്റഫ് പറഞ്ഞ വളരെ കൃത്യമായ കാര്യമാണ്. ഏറ്റവും പഴക്കമുള്ള രേഖകൾ കാണണമെങ്കിൽ നമ്മൾ പോകേണ്ടത് രജിസ്ട്രാർ ഓഫീസുകളിലാണ്. അങ്ങനെയാണ്. ഇപ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസുകൾക്കൊക്കെ കെട്ടിടമുണ്ടാക്കിയപ്പോഴാണ് പഴയ താളിയോലകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെയുള്ള പഴയ രേഖകളൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാവണം, പൂർണ്ണമായും കുറ്റമറ്റ രീതിയിലായിരിക്കണം ഈ ബില്ല് എന്നതുകൊണ്ടാണ് ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ പൊതുരേഖയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ സ്വകാര്യ രേഖകൾ കൂടിയുണ്ട്, അതും പൊതുരേഖയാണ്. ഇപ്പോൾ പല കുടുംബങ്ങളുടെയും കൈവശമുള്ള സ്വകാര്യ താളിയോലകൾ ഇതൊക്കെ വളരെ പഴക്കമുള്ളതാണ്. ഇത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ളതാണെങ്കിൽ പോലും ഇത് പൊതുരേഖയായിട്ട് നമ്മൾ കാണണം. ആ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള വലിയ രീതിയിലുള്ള ശേഖരമുണ്ട്. ആ ശേഖരങ്ങൾ കൂടി സംരക്ഷിക്കാനുള്ള വ്യവസ്ഥ ഈ ബില്ലിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിലിപ്പോൾ നമ്മുടെ ഖണ്ഡം 4-ൽ പൊതുരേഖകൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വിലക്ക് സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇതിൻ്റെ രേഖയുടെ പല കണ്ടൻറ്റും പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് തടയാൻ നമുക്ക് കഴിയില്ല. ഫിസിക്കൽ രേഖ തന്നെ പുറത്ത് പോകണമെന്നില്ല, ഡിജിറ്റൽ രേഖ കണ്ടൻറ്റ് പുറത്തു പോകാൻ സാധിക്കും. അതെങ്ങനെ തടയാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള വ്യവസ്ഥയൊന്നും ഈ ബില്ലിൽ ഉള്ളതായിട്ട് കാണുന്നില്ല. അതുപോലെ ഖണ്ഡം 5 നിയമിക്കപ്പെടുന്ന റെക്കോർഡ്സ് ഓഫീസർമാർക്ക് റെക്കോർഡ്സ് മാനേജ്മെൻറ്റിൽ പരിശീലനം നൽകേണ്ടത് പുരാരേഖയുടെ കൃത്യമായ പരിപാലനത്തിന് അത്യാവശ്യമാണ്. അതിനുള്ള വ്യവസ്ഥകൾ ഈ ബില്ലിൽ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. ഖണ്ഡം 10-ൽ സുരക്ഷാ വിഭാഗത്തിൽപ്പെടുന്ന പൊതുരേഖകൾ സംസ്ഥാന പുരാരേഖാ വകുപ്പിന് കൈമാറേണ്ടതില്ല എന്ന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏതൊക്കെ രേഖകളാണ് ഇപ്രകാരം സുരക്ഷാ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ വ്യവസ്ഥ ഇതിലില്ല. കൂടാതെ സുരക്ഷാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും എന്നാൽ കാലക്രമത്തിൽ പ്രസ്തുത രേഖ പ്രസിദ്ധീകരിക്കുന്നതിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ല എന്ന സർക്കാരിന് ബോധ്യപ്പെടുന്നതുമായ രേഖകൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സർ. ഖണ്ഡം 11-ൽ സ്വകാര്യ സ്രോതസ്സുകളിൽ നിന്നും രേഖകൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥ ഉണ്ടെങ്കിലും അപ്രകാരം രേഖകൾ സ്വീകരിക്കാവുന്ന സ്വകാര്യ സ്രോതസ്സുകളെക്കുറിച്ച് വ്യക്തമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടാതെ സ്വകാര്യ സ്രോതസ്സിൽ നിന്നും രേഖകൾ സ്വീകരിക്കുമ്പോൾ വിലനിർണ്ണയം നടത്തുവാനുള്ള മാനദണ്ഡങ്ങൾ സംബന്ധിച്ച വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പല സ്വകാര്യ വ്യക്തികളിലും വളരെ ദീർഘകാലത്തെ പഴക്കമുള്ള രേഖകളുണ്ട്. അത് എങ്ങനെ നമ്മൾ സംരക്ഷിക്കാൻ സംബന്ധിച്ച വ്യവസ്ഥകൾ വ്യക്തമായി ഇതിൽ പറയുന്നില്ല. ഖണ്ഡം 12-ൽ പൊതുരേഖകൾ ഗവേഷകർക്കോ പൊതുജനങ്ങൾക്കോ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം എക്സിക്യൂട്ടീവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ പ്രകാരം വ്യവസ്ഥ ചെയ്യുമ്പോൾ പൊതുസമൂഹം അറിയേണ്ട പല രേഖകളും സർക്കാരിന് രഹസ്യരേഖകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി 2005-ലെ വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ വിവരങ്ങൾ നിഷേധിക്കുന്നതിനുള്ള സാഹചര്യം സംജാതമാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഇന്ത്യയിലെ ഓരോ പൗരനും രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശമാണ്. ആ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ലംഘനം ഇത് നടക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 254 വിരുദ്ധമായ കാര്യമാണ് ഇതിലൂടെ സംജാതമാകുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പുരാവസ്തുക്കളായ ബിൽഡിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് രേഖകൾ, അതോടൊപ്പം തന്നെ അതിൻ്റേതായ ഇപ്പോൾ പുരാവസ്തു ആയിട്ട് നമുക്ക് സംരക്ഷിക്കേണ്ട പല ബിൽഡിങ്ങുകളുമുണ്ട്. സാറ് ഇപ്പം എൻ്റെ ആലുവയിൽ തന്നെ 1914-ലാണ് നമ്മുടെ അവിടെ ആലുവ SNDP സ്കൂള് സ്ഥാപിതമായി. ആ സ്ഥാപിതത്തിന് ശേഷം ശ്രീനാരായണ ഗുരു തന്നെ അവിടെ ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ അവിടെ തന്നെ വൈദിക മഠം എന്നാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരു വർഷങ്ങളോളം താമസിച്ചു. അതിപ്പോൾ വളരെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ കുമാരനാശാൻ ആ കോമ്പൗണ്ടിൽ തന്നെ പടിപ്പുര മാളിക എന്ന് പറഞ്ഞ് കുമാരനാശാൻ വർഷങ്ങളോളം അവിടെ താമസിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അവിടെ നമ്മുടെ ഈ സാംസ്കാരിക വകുപ്പോ അല്ലെങ്കിൽ പുരാവസ്തു വകുപ്പോ ഇങ്ങനെയുള്ള നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് അറിയപ്പെടുന്ന ഇതുപോലെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും കുമാരനാശൻ നമുക്കറിയാം അത്ര പ്രാധാന്യമുള്ള അദ്ദേഹത്തെ പോലുള്ള ആളുകൾ താമസിച്ച ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ താമസിച്ച ഒരു പടിപ്പുര മാളിക എന്ന് പറയുന്നത്, അതൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ വകുപ്പിന്
അതിന് സാധിക്കുമോ? അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സംരക്ഷിക്കേണ്ട നമ്മുടെ രാജ്യത്തിന് തന്നെ, നമുക്ക് നാടിന് തന്നെ നല്ലതാണ്. കാരണം ഇവരെയൊക്കെ ഓർക്കാനും ഇവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും ഒക്കെ വരുന്ന തലമുറക്ക് അത് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സ്ഥാപനമാണ് ഈ പഠിപ്പുര മാളിക. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ബില്ലുകൾ കൊണ്ടുവന്നോ അല്ലെങ്കിൽ അതിനുള്ള പ്രത്യേക സാമ്പത്തികം കണ്ടെത്തി സംരക്ഷിക്കാൻ സാധിക്കുമോ? ഈ കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉപേദിൻ്റെ സമയമാണ് പോകുന്നത്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു റിക്കാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം യഥാർത്ഥം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ ബില്ല് തന്നെ ഇവിടെ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ പുരാരേഖകൾ വളരെ വില കൂടിയ, വളരെ ഗൗരവമായ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ഇത്തരം രേഖകൾ നഷ്ടപ്പെട്ടു പോകാൻ സൂക്ഷിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഈ ബില്ലിലൂടെ ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ പലപ്പോഴും ഇതിൻ്റെ പരിധിക്കപ്പുറത്തേക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ സ്വകാര്യ വ്യക്തികളുടെ കൈവശവും കുടുംബങ്ങളുടെ കൈവശമൊക്കെ ഉള്ള ഒരുപാട് താളിയോലകൾ, പുരാരേഖകളൊക്കെ തന്നെ കാണാം. പക്ഷെ അതൊരിക്കലും ഇതിൻ്റെ പെറുവിയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് പലപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം. പക്ഷേ അതിനൊരു സിസ്റ്റം തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ നിയമമായിട്ടല്ലെങ്കിൽ പോലും ഭാവിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് അദ്ദേഹം വെച്ചത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ നമ്മുടെ ഈ സംവിധാനത്തിൽ ഈ നിയമം കേന്ദ്ര നിയമത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടുള്ള നിയമം എന്ന നിലയിൽ അതിന് പ്രായോഗികമായ ഒരു വൈഷമ്യമുണ്ട് എന്നുള്ള കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സംബന്ധിച്ചാണ് ചർച്ച. ഈ പുരാവസ്തുക്കളുടെ അല്ലെങ്കിൽ പുരാരേഖകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നില്ല. അത് പുരാരേഖയായിട്ടോ വസ്തുവായിട്ടോ പരിഗണിക്കണമെങ്കിൽ 100 വർഷം പിന്നിടണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 1947 മുമ്പ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പോരാട്ടത്തിലെല്ലാം വളരെ പ്രാധാന്യം വഹിച്ച ചില സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ കല്ലറപാങ്ങോട് വിപ്ലവത്തിൻ്റെ നേർസാക്ഷ്യമായ ഒരു പോലീസ് സ്റ്റേഷൻ 75-80 വർഷമായുള്ളൂ. 100 വർഷമാകാത്തതുകൊണ്ട് ഏറ്റെടുക്കാൻ പ്രയാസമുണ്ട്, രേഖാപരമായി നിയമപരമായി പ്രയാസമുണ്ട്. ആ കാലപ്പഴക്കത്തിന് കുറവ് വരുത്തേണ്ടതല്ലേ? അതിനോടങ്ങ് യോജിക്കുന്നുണ്ടോ? എല്ലാത്തിനും വഴങ്ങുക. വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു ബില്ലാണ് സർക്കാർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പഴമയും പാരമ്പര്യവും പൈതൃകവുമൊക്കെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമാണ്. പക്ഷേ ഈ പുതിയ തലമുറയ്ക്ക് ഈ പഴയകാല പുരാവസ്തുക്കളുമായും പൗരാണികതയുമായി ബന്ധപ്പെട്ടുള്ള പ്രാധാന്യവും പ്രസക്തിയുമൊന്നും വേണ്ട പോലെ ബോധ്യപ്പെടാനും അത് ഉൾക്കൊള്ളാനും അതിൻ്റെ നന്മയും ഒന്നും ഉൾക്കൊള്ളാനുമുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് കാണുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രം കൂടി ഇതിൻ്റെ ഭാഗമായി സ്ഥാപിക്കുന്നത് ഉചിതമാണെന്നുള്ളൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാവർക്കും വഴിയും കൊടുക്കില്ലേ? സമയം കഴിഞ്ഞു. സർ, ഈ ബില്ല് എത്രമാത്രം പ്രാധാന്യമേറിയതാണ് എന്നതാണ് ഇത് തെളിയിക്കുന്നത്. കാരണം ഇവിടെ നേരത്തെ കാസർഗോഡ് MLA തുടങ്ങിയപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി കാസർഗോഡ് മാത്രം പൈതൃകം അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഓരോ മണ്ഡലത്തിലെയും പൈതൃകത്തെക്കുറിച്ചാണ് ഓരോരുത്തർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആലുവയിലെ കാര്യം അദ്ദേഹം പറഞ്ഞു, വാമനപുരത്തെ കാര്യം DK മുരളി പറഞ്ഞു, നമ്മുടെ പ്രൊഫസർ ജയരാജാണെങ്കിൽ ഈ കാര്യത്തിൽ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു നിയമസഭ സാമാജികനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. കേന്ദ്ര നിയമത്തിൻ്റെ അതേ രീതിയിലുള്ള നിയമമല്ല സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടത്. അതാണ് കൃത്യമായ സംഗതി. കേരളത്തിന് അതിൻ്റെതായ പ്രത്യേക സാഹചര്യം കാര്യങ്ങളുണ്ട്. എന്നും കേരളം രാജ്യത്തിന് മാതൃകയായി വ്യത്യസ്തമായ മാതൃകകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് കേന്ദ്ര നിയമത്തിൻ്റെ പിൻബലത്തിൽ മാത്രം നിയമം നിർമ്മിക്കേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ ഇത് നമ്മളൊരു നിയമം ഏതായാലും കൊണ്ടുവരികയാണ്. ഇനി ഭാവിയിൽ ആവശ്യമായ ഭേദഗതി നമുക്ക് വരുത്തുന്ന കാര്യത്തിൽ അത് ആലോചിക്കുക. പ്രിയപ്പെട്ട DK മുരളി പറഞ്ഞതൊക്കെ വളരെ പ്രസക്തമായ കാര്യമാണ്. അൻവർ സാദത്ത് പറഞ്ഞ പ്രസക്തമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഉണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ നിലക്കുണ്ട്. അപ്പോൾ ഇതിന് ഒരു 100 വർഷം എന്ന ഒരു നിശ്ചിത സമയം വെക്കേണ്ട കാര്യമില്ല. ആ വർഷമൊക്കെ ചുരുക്കിയാലും പഴയ ആ ഒരു പഴമ നിലനിൽക്കുന്ന സംഗതികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയപ്പെട്ട നമ്മളെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലും നല്ല നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനിയും അല്ല, ഇതിൽ ഈ ആർക്കൈവൽ പ്രാധാന്യമുള്ള പുരാരേഖകൾ മാത്രമല്ല, ഇപ്പം നമ്മുടെ ലാൻഡ് സെറ്റിൽമെൻറ്റ്, അതുപോലെ തന്നെ നിലവിലുള്ള സർക്കാർ രേഖകൾ, പൊതുവായിട്ടുള്ള മുഴുവൻ രേഖകളും വളരെ ഭദ്രമായി സൂക്ഷിക്കാനും അത് പിന്നീടുള്ള തലമുറക്ക് ഉപയോഗിക്കാനും നിലവിൽ അത്തരം കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങയുടെ ശ്രദ്ധയിലുണ്ടല്ലോ അല്ലേ? അങ്ങയുടെ മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട 1-ാം സ്വാതന്ത്ര്യ സമരം മലബാർ കലാപം, അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് മലബാർ.
അങ്ങയുടെ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ പാറനമ്പിപ്പടയുടെ പടയോട്ടം കൊണ്ട് പ്രസിദ്ധമായ കോട്ടപ്പടി മൈതാനം, അതുപോലെ തന്നെ അങ്ങയുടെ മണ്ഡലത്തിൽപ്പെട്ട പൂക്കോട്ടിൽ കലാപവുമായി നടത്തപ്പെട്ട യുദ്ധസ്മാരകം, ഇപ്പം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ തന്നെ ഒരു യുദ്ധസ്മാരകം ഉണ്ട്. അപ്പോൾ ഭക്തകവി പൂന്താനത്തിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ, പരിശോധിക്കേണ്ട ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അക്കാര്യത്തും കൂടി അങ്ങ് ശ്രദ്ധ വേണമെന്നാണ് പറയുന്നത്. ഇതാണ് സർ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇങ്ങനെ ഓരോ സ്ഥലത്തും വലിയ രീതിയിലുള്ള എല്ലായിടത്തും ഉണ്ട് ചരിത്ര സ്മാരകങ്ങളുണ്ട്. അതിനുള്ള സമയം നമുക്കില്ല. ഇച്ചിക്കോക്കിന്റെ സ്മാരകടക്കളോട് ഞാൻ വരുന്നത് ചുരുക്കൂ. വാര്യങ്ങോത്ത് കുഞ്ഞമ്മരാജ് വെടിയേറ്റ മണ്ണാണ് കോട്ടക്കുന്നിലെ മണ്ണ്. അങ്ങനെ വലിയ ചരിത്രം പറയാണ്ട്. അങ്ങനെ നമ്മൾ ഓരോ പ്രദേശത്തും ചരിത്രം പറയുമ്പോൾ നിങ്ങൾ ഈ സമയം അങ്ങനെ നിഷ്കർഷിക്കുന്നത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതങ്ങനെ ചെറിയൊരു നേരത്തെ നമ്മൾ പാസ്സാക്കിയ മാതിരി പഞ്ചായത്ത് രാജിലെ ചെറിയ ഭേദഗതി ബില്ലല്ല. ഇതൊരു പുതിയ സംവിധാനമാണ്. ഇത് നാടാകെ ചരിത്രം ഇത് പണ്ടത്തെ പന്തലിച്ച് കിടക്കുന്ന ഒരു വലിയ ബില്ലാണ് ഇത്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇതിൽ ചർച്ചയിൽ പങ്കെടുത്ത്. ഇനി ആളുകൾക്ക് ധാരാളം പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇല്ല ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ. അപ്പോൾ ഈ 30 വർഷത്തിലധികം പഴക്കമുള്ള തരംതിരിക്കപ്പെടാത്ത പൊതുരേഖകൾ മാത്രം പ്രാമാണിക ഗവേഷകർക്ക് ലഭ്യമാക്കിയാൽ മതി എന്നുള്ള ഖണ്ഡം 12 കാലപരിധിയിൽ വ്യവസ്ഥ കുറവ് വരുത്തേണ്ടതാണ്. അതാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഈ സംഗതി. ഇതിൽ 30 വർഷത്തിൽ അധികം പഴക്കമുള്ള തരംതിരിക്കപ്പെടാത്ത പൊതുരേഖകൾ മാത്രം പ്രാമാണിക ഗവേഷകർക്ക് ലഭ്യമാക്കിയാൽ മതി എന്നുള്ളത് ഇതൊരു വർഷത്തിൽ ചുരുക്കി വെക്കുകയാണ്. അപ്പോൾ അതിനെ അപ്പുറത്തേക്കുള്ളത് ഗവേഷകർക്ക് കിട്ടാത്തൊരു സാഹചര്യം ഇതുണ്ടാകും. അതുകൊണ്ട് അത് ആ വ്യവസ്ഥയിൽ കുറവ് വരുത്തണം എന്നാണ് എൻ്റെ ഒരഭിപ്രായം. അതുപോലെ ആ ഖണ്ഡം 13 പരാമർശിച്ചിരിക്കുന്ന ആർക്കൈവൽ അഡ്വൈസറി ബോർഡിൽ നാട്ടറിവുകളിൽ പരിണിതപ്രജ്ഞനായ വ്യക്തിയെ കൂടി ഉൾപ്പെടുത്തണം. അതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഈ എല്ലാ ബോർഡുകളിലും ഒക്കെ കുറേ ഉദ്യോഗസ്ഥന്മാരെയും മറ്റൊക്കെ നമ്മൾ നോമിനേറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള അനുഭവ സമ്പത്തുള്ള നാട്ടറിവുകളുള്ള, എന്നാൽ അവർ പുറത്തൊന്നും അങ്ങനെ അറിയപ്പെടാത്ത, പൊതുരംഗത്തും അറിയപ്പെടാത്ത ആളുകളുണ്ടാവും. അങ്ങനെ നാട്ടറിവുള്ള വ്യക്തികളെ കൂടി കണ്ടെത്തി അവരെ ഈ ആർക്കൈവൽ അഡ്വൈസറി ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ പ്രവർത്തനത്തിന് ഏറെ സഹായകമാകും. അതുപോലെ ഖണ്ഡം 16 പരാമർശിച്ചിരിക്കുന്ന ആർക്കൈവിൽ അഡ്വൈസറി ബോർഡിൻ്റെ ചുമതലകളിൽ പുരാതന രേഖകളെ പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. അതിവിടെ നേരത്തെ ഇതിന്റെ സംരക്ഷണം മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം കൂടി ഉൾപ്പെടുത്തി ബാക്കിയൊക്കെ നമുക്ക് ഇനി നിയമത്തിന്റെ ഭേദഗതി വരുന്ന ഘട്ടത്തിൽ നമ്മളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പറയാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നു. നമ്മളൊക്കെ ഉണ്ടെങ്കിൽ ഉദ്ദേശം ശ്രീമതി ശാന്തകുമാരി കേക്ക് സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2023 കേരള പൊതുരേഖ ബിൽ പൊതുജനാഭിപ്രായം തേടുന്നതിന് സർക്കുലർ ചെയ്യണമെന്ന 1 നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സാർ, കേരളത്തിൻ്റെ പഴമയും സംസ്കൃതിയും അറിവുകളും പുറം ലോകത്തിനും വരും തലമുറയ്ക്ക് കൈമാറി കൊടുക്കുക എന്നുള്ളതാണ് പുരാരേഖ സംരക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചരിത്ര നിർമ്മിതിയുടെ അവശേഷിപ്പുകളെ സംരക്ഷിക്കാനും വർത്തമാനത്ത് നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. പുരാരേഖകളുടെ സംരക്ഷണം, പരിപാലനം തുടങ്ങിയ കാര്യത്തിൽ കേരളം ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1887 ഹുസൂർ വെർണാക്കുലർ സെൻട്രൽ റെക്കോർഡ്സ് ആരംഭിച്ച് തിരുവിതാംകൂറിലെ രേഖകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കൊച്ചിയിലും അത്തരത്തിൽ ഹുസൂർ സെൻട്രൽ റെക്കോർഡ്സ് 1910 ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് വിശിഷ്യ വിവിധങ്ങളായിട്ടുള്ള പഴമകൾ, രേഖകൾ, പുരാവസ്തു വേറെ, അതെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. എന്നാൽ കേന്ദ്രം ഒരു നിയമമുണ്ടാക്കി, പക്ഷേ അത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ രേഖകളുടെ സംരക്ഷണവും അതിൻ്റെ വ്യവസ്ഥകളെ സംബന്ധിച്ചും പരിപാലനം സംബന്ധിച്ചും വ്യക്തമൊരു നിയമമുണ്ടായിരുന്നില്ല. അതിൻ്റെ അഭാവം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ ബില്ല് ഇവിടെ വെച്ചിട്ടുള്ളത്. ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങൾ പാസ്സാക്കിയതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. 2005 മഹാരാഷ്ട്ര, 2010 കർണാടക, 2014 ബീഹാർ,
2023 ഗോവ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ അത് പാസ്സാക്കിയിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകങ്ങളിൽ നമുക്കെല്ലാവർക്കും വളരെ അഭിമാനമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഈ സഭയുടെ മുൻപിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ബസിലിക്ക, അതുപോലെ തന്നെ മുസ്ലിം പള്ളി, ഇത്തരത്തിൽ നിരവധിയായ തലസ്ഥാന നഗരിയുടെ എടുപ്പും വർണ്ണാഭവുമാക്കുന്ന ഇത്തരം സംവിധാനങ്ങൾക്ക് പുരാവസ്തുക്കളുണ്ട്. അതോടൊപ്പം തന്നെ രേഖകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കറിയുന്ന താളിയോല ഗ്രന്ഥങ്ങളാണ് പഴയ കാലഘട്ടത്ത് താളിയോല രേഖകളായി പരിഗണിച്ചുകൊണ്ടാണ് രേഖകളായിട്ട് പേപ്പർ രേഖകളൊക്കെയുണ്ട്. ഇതെല്ലാം ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മറഞ്ഞു പോകാതിരിക്കാൻ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ്. അതിൻ്റെ ഭാഗമായി ഒരു സമഗ്രമായ കേരള പബ്ലിക് റെക്കോർഡ് ബില്ല് നമുക്ക് അനിവാര്യമായിരിക്കുകയാണ്. ലഭ്യമായ വിവരങ്ങളനുസരിച്ചുകൊണ്ട് സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കമ്മീഷനുകൾ, ബോർഡുകൾ, കമ്മിറ്റികൾ, അവയുടെ പൊതുരേഖയുടെ മൂല്യനിർണ്ണയം, രേഖകൾ തരംതിരിക്കൽ, സംരക്ഷണം, ഭരണനിർവഹണം, സ്വകാര്യ സ്രോതസ്സുകളിൽ നിന്നുള്ള രേഖകൾ സ്വീകരിക്കൽ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ വകുപ്പ് വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തി വരുന്നത്. ഓഫീസ് സംവിധാനങ്ങൾ വിപുലപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഇതിനാവശ്യമായിട്ടുള്ള പദ്ധതി വിഹിതം കൃത്യമായി 2025-26 തന്നെ 12.75 കോടി രൂപയാണ് പുരാവസ്തു സംരക്ഷണവുമായി ബന്ധപ്പെട്ട വകുപ്പിന് തന്നെ മാറ്റിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടിക്കണക്കിന് ഓളം വരുന്ന താളിയോല റെക്കോർഡുകൾ ഇന്ന് തരം തിരിച്ച് അത് താളിയോല മ്യൂസിയം, രേഖാ മ്യൂസിയമാക്കി അതിനെ മാറ്റി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന ഗവേഷണത്തിനായി കാര്യവട്ടത്ത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ നിർമ്മിച്ച് അത് പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ വൈക്കത്ത് പുതിയ സത്യാഗ്രഹ ഗാന്ധി സ്മാരക മ്യൂസിയം, ഇടുക്കി ഹെറിറ്റേജ് സെൻറ്റർ ആൻഡ് ആർക്കൈവ് ഗാലറി തുടങ്ങിയെല്ലാം തന്നെ ഈ സർക്കാരിൻ്റെ നേട്ടമാണ്. അതടിസ്ഥാനത്തിൽ നാളിതുവരെ 1,49,47,730 പേപ്പർ രേഖകളും 29,14,234 താളിയോലകളടക്കം ഇന്ന് 1,78,61,964 രേഖകൾ റെക്കോർഡുകളായി ഡിജിറ്റൽ ചെയ്തു എന്ന അഭിമാനകരമായൊരു നേട്ടം നമ്മുടെ വകുപ്പ് ഇന്ന് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, പറയട്ടെ. അല്ലല്ല, അത് പറയാം. അപ്പോൾ 15-20 മിനിറ്റ് ഓരോരുത്തരെടുത്ത് ബഹുമാനപ്പെട്ട അല്ലാതെ അവരൊന്നും ചെയ്തില്ല, എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ വേഗം അവസാനിപ്പിക്കാം. അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള രേഖകൾ ശാസ്ത്രീയമായി സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി ആർക്കൈവ്സ് പദ്ധതി, അതും നമ്മുടെ കേരളത്തിൽ അതിവിപുലമായി നടത്തിവരികയാണ്. മലപ്പുറം കരിയക്കാട് ക്ഷേത്രം, ചെമ്പ്രാശ്ശേരി മന, വയനാട് പുഴമൂടി തറവാട്, കണ്ണൂർ ഇംഗ്ലീഷ് പള്ളി, നിരണം സെൻറ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻസ് ചർച്ച് തുടങ്ങിയിട്ടുള്ള നിന്നെല്ലാം രേഖകൾ വളരെ ശാസ്ത്രീയമായി നമ്മൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതെല്ലാം ഒരുപാടുണ്ട്, ഞാൻ എല്ലാം സൂചിപ്പിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, ഏറ്റവും പഴയ കാലത്തെ, അപ്പോൾ ഫ്യൂഡൽ കാലഘട്ടത്തടക്കമുള്ള ഒരുപാട് ആചാരങ്ങൾ അനാചാരങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഭാഗമായി ഓർമ്മിക്കപ്പെടുന്ന സ്മാർത്ത വിചാരത്തിൻ്റെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി ഉൾപ്പെടെ ഇന്ന് ലഭ്യമായി നമ്മുടെ പുരാരേഖകൾ സംരക്ഷിച്ചു വരികയാണ്. സർ, ഗവേഷകർക്ക് വേണ്ടിയിട്ട് റെഫറൻസ് മീഡിയ സംരക്ഷണം ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1949 മുതൽ 2016 വരെയുള്ള ക്യാബിനറ്റ് രേഖകളടക്കം ഏറ്റെടുത്ത് ഇന്ന് ഡിജിറ്റൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു നേട്ടമാണ് പുരാവസ്തു മേഖലയിൽ രേഖ മേഖലയിൽ കേരളം ഇന്ന് ആർജിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ പറ്റും. കേരള ഡിജിറ്റൽ ഭൂപടം ഇന്ന് തയ്യാറാക്കി വരികയാണ്. വെള്ളത്തിൽ മുങ്ങിപ്പോയ, അതായത് ഇവിടെ പ്രളയമുണ്ടായി, പ്രളയാനന്തരം വെള്ളത്തിൽ മുങ്ങിപ്പോയ നിരവധി രേഖകളുടെ സംരക്ഷണം നമ്മുടെ വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ എല്ലാം അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം അതോടൊപ്പം തന്നെ ഇവിടെ ശാശ്വത മൂല്യമുള്ള പൊതുരേഖയുടെ അസൽ സംസ്ഥാനത്തിന് പുറത്ത് അനുവാദം കൂടാതെ കൊണ്ടുപോകുന്ന ശിക്ഷ ഉൾപ്പെടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ബില്ലാണ് സമഗ്രമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഏതൊരു വ്യക്തിക്കും കൈവശമുള്ള രേഖകൾ പൊതുരേഖയായിട്ട് പ്രഖ്യാപിക്കാനുള്ള അനുവാദം നൽകുകയാണ്. ഒരു വ്യവസ്ഥ വെക്കുന്നുണ്ട് എത്ര വർഷം എന്നുള്ളത്. അപ്പോൾ സ്വകാര്യ സ്രോതസ്സുകളിൽ നിന്നായാലും ഇത് സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഉദാത്തമായ നമ്മുടെ കേരളത്തിൻ്റെ പഴമകളെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വകുപ്പ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. ഇതാണ് നമ്മുടെ കേരളം കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാർ, ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാവുന്നതാണ്,
ഇന്ത്യ രാജ്യത്ത് ഈ ഗവൺമെൻറ്, ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പുരാരേഖകളും ചരിത്ര നിർമ്മിതികളും ചരിത്ര അവശേഷിപ്പുകളും വാസ്തുശില നിർമ്മിതികളുമെല്ലാം ഇന്ന് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്തർപ്രദേശിൽ അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് 400 വർഷം പഴക്കമുള്ള ബാബർ മസ്ജിദ് തകർത്ത സംഭവം ഇന്ത്യയുടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ മനസ്സുകളെ ഉലച്ച ഏറ്റവും വലിയൊരു സംഭവമാണ്. 1992 ഡിസംബർ മാസം 9-ാം തീയതി ഡിസംബർ മാസം 6-ാം തീയതി ഇന്ത്യയിലെ വലതുപക്ഷ വർഗീയ എക്സ്ട്രീമിസ്റ്റുകൾ ഇന്ത്യയുടെ ഏറ്റവും മതനിരപേക്ഷതയുടെ നിറകുടമായിട്ടുള്ള ബാബർ മസ്ജിദ് തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ടത് ഇന്ത്യയിൽ വലിയ കലാപങ്ങളുണ്ടായി. 2000-ത്തിലധികം വരുന്ന മനുഷ്യർ പിടഞ്ഞു വീണ് മരിച്ച ഈ സംഭവം ചരിത്രരേഖകളിൽ ഇന്നും ബാബർ മസ്ജിദ് തകർത്തെങ്കിൽ പോലും ആ സംഭവം ഇന്നും ജനങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ലല്ലോ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഗ്യാൻവാപ്പി, അതേ ഉത്തർപ്രദേശിലെ വാരാണസിയിലെ ഗ്യാൻവാപ്പി നോക്കൂ ഏത് രൂപത്തിലാണ് കോടതി, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, പക്ഷേ വലിയ തർക്കഭൂമിയായി മാറുകയാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശിലെ ആഗ്ര യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഷാജഹാൻ തൻ്റെ പ്രിയപത്നി മുംതാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിച്ച ശവകുടീരം. നമുക്ക് എല്ലാവർക്കും അറിയാം, താജ്മഹൽ, കുത്തബ് മിനാർ തുടങ്ങിയിട്ടുള്ള ലോകത്ത് ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ സ്മാരകങ്ങളുണ്ട്. അത്തരം സ്മാരകങ്ങളെല്ലാം പുരാവസ്തുക്കളാണെങ്കിൽ പോലും അത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തകർക്കപ്പെടുന്ന ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ഐഡിയോളജി രാജ്യത്ത് ഇന്ന് ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മുടെ സമൂഹത്ത് ഇന്ന് പഴയ ചരിത്ര നിർമ്മിതികൾ ഇല്ലാതാക്കി ചരിത്രം തിരുത്തി കുറിക്കാൻ ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സർ, നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക ഗോഡ്സ് എന്ന് പറയുന്ന RSSകാരനായിട്ടുള്ള ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയാണ്. അവരെ അമ്പലം പണിയുന്നവരായി മാറുന്ന ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാണ് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കകത്ത് പഠനാർഹമായിട്ടുള്ള നിരവധി ഗവേഷണാത്മകമായ അറിവുകളെ തമസ്കരിച്ചുകൊണ്ട് ഇന്ന് നാം കാണുന്ന ഏതാണ്ട് 10-15 വർഷക്കാലത്തെ ചരിത്രത്തെ മാത്രം നിങ്ങൾ ഓർത്താൽ മതി എന്ന രീതിയിലേക്ക് യൂണിവേഴ്സിറ്റികളുടെ സിലബസുകളെ മാറ്റുന്നു, ചരിത്രത്തെ ഇല്ലാതാക്കുന്നു. ഇതെല്ലാം പുതിയ കാലഘട്ടത്ത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സാംസ്കാരിക പാരമ്പര്യത്തെയും നമ്മുടെ കലാ സാംസ്കാരികതയുടെയും എല്ലാം നിറകുടങ്ങളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള മോണിമെന്റ്സിന്റെയും രേഖകളെയും എല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്താണ് കേരളത്തിലെ ഗവൺമെന്റ് വളരെ വിലപ്പെട്ട അറിവുകൾ പുതിയ തലമുറയ്ക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടി ആധുനിക കാലഘട്ടത്തോടും സഞ്ചരിച്ചുകൊണ്ട് ഈ AI ടെക്നോളജിയുടെ കാലഘട്ടത്ത് വിവരസാങ്കേതിക സംവിധാനം അനുദിനം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന ആധുനിക കാലഘട്ടത്ത് ഇതെല്ലാം ഡിജിറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പരിശ്രമം നടത്തുന്നു. അത് തീർച്ചയായും നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പുരാവസ്തു വകുപ്പ് ഇന്നിവിടെ ഒരു പബ്ലിക് റെക്കോർഡ് ആക്ട് പാസ്സാക്കപ്പെടുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. 1991 ഇന്ത്യ രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ള പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ആരാധന കേന്ദ്രങ്ങളും രേഖകളും പുരാവസ്തുക്കളും സംരക്ഷിക്കപ്പെടണമെന്ന് 1947 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യത്ത് മാതൃക കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഭരണകർത്താക്കൾ ആ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും തകർക്കുന്നു, നമ്മുടെ പാരമ്പര്യത്തെ തകർക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ പുരാവസ്തു വകുപ്പ് അല്ലെങ്കിൽ രേഖ വകുപ്പ് ഇന്ന് ഈ കേരള നിയമസഭ അവതരിപ്പിക്കപ്പെടുന്ന ബില്ല് രാജ്യത്തിന് മാതൃകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ബില്ലിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു. താങ്ക് യു. ശ്രീ പി ബാലേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടി ടൈസൺ മാസ്റ്റർ ബില്ല് വീണ്ടും അതേ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബില്ലാണ് ഇന്ന് നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാലിക പ്രസക്തി വളരെ വലുതാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. ചരിത്രവും മിത്തും ഇടകലർന്ന പൊതുബോധ നിർമ്മിതിക്കാണ് ഇപ്പോൾ പല ഭരണകൂടങ്ങളും പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അയഥാർത്ഥങ്ങളും പ്രതീകാത്മക സത്യങ്ങളും ഒരു ജനതയുടെ യഥാർത്ഥ ചരിത്രബോധത്തെ തന്നെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മേൽക്കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി ഒരു ബിൽ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരള നിയമസഭ ഇതുപോലെയുള്ള പൊതുരേഖാ സംരക്ഷണ ബിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു ജനതയുടെ കാലികമായ അറിവുകളെ
ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അടയാളപ്പെടുത്താനും അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് അത് കൃത്യമായി പകർന്നു കൊടുക്കാനും ഈ പൊതുരേഖ സംരക്ഷണ ബില്ല് കഴിയും. അതാണ് ഇതിൻ്റെ അനിവാര്യത എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിൽ വലിയ ഗൂഢാലോചനകൾ ഒരു വശത്ത് നടക്കുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കുന്നത് നമ്മുടെ പൗരാണികമായ തെളിവുകളാണ്. ഈ രേഖകളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരിടത്തെയും ഉത്തരവാദിത്തമാണ്. അവിടെയാണ് പൊതുരേഖാ ബില്ലിൻ്റെ പ്രാധാന്യമെന്ന് കരുതുകയാണ്. ചുവർചിത്രങ്ങൾ, ദാരുശില്പങ്ങൾ, നിർമ്മിതികൾ, നാണയങ്ങൾ, അതുപോലെ തന്നെ അസംഖ്യം ലിഖിതങ്ങൾ, കോടിക്കണക്കായിട്ടുള്ള താളിയോലകൾ, ഇങ്ങനെ സമ്പന്നമായ ഒരു പുരാവസ്തു പാരമ്പര്യം കേരളത്തിനുണ്ട്. ഇവിടെ എത്രയോ മെമ്പർമാർ പറഞ്ഞു ഓരോ സ്ഥലത്തുമുള്ള ചരിത്ര നിർമ്മിതികൾ സംബന്ധിച്ച് അതിൻ്റെ പഴക്കം, അതിൻ്റെ മഹാത്മ്യം, അത് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട കാര്യമെല്ലാം സംബന്ധിച്ചു. ചരിത്രം പച്ചയായി തെറ്റിദ്ധരിക്കപ്പെടുകയാണിപ്പോൾ. ചരിത്രം വളച്ചൊടിക്കുക എന്നത് ഭയങ്കരമായിട്ടുള്ള പാതകമാണ്, തെറ്റാണ്, എല്ലാം തിരിച്ചറിയുന്നൊരു സമൂഹം ഇതിനോടൊപ്പം തന്നെ ചെറുതായെങ്കിലും വളർന്നു വരുന്നുണ്ട് എന്ന് ഉള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളിൽ, ചരിത്രത്തിലെ താളുകളിൽ അവർ ഇച്ഛയ്ക്കൊത്ത് തിരുത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. ചരിത്രകാരന്മാരെ തന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ചരിത്രകാരന്മാർ കള്ളം പറയില്ല എന്നൊരു പൊതുധാരണ നിലവിലുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ കാണാത്ത രേഖ കണ്ടുവെന്ന് ഒരു ചരിത്രകാരൻ പറഞ്ഞാൽ സാമാന്യമായിട്ട് ഒരു ജനത അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും എന്നതുകൂടി പ്രശ്നമാണ്. ചരിത്രത്തിനൊരു മെത്തഡോളജി ഉണ്ട്. ഇൻറ്റേർണൽ ക്രിറ്റിസിസവും എക്സ്റ്റേണൽ ക്രിറ്റിസിസവും എന്ന് പറയുന്ന തരം. അങ്ങനെയാണ് രേഖകൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. ഈ രേഖ എഴുതിയവന് വല്ല ഉദ്ദേശമുണ്ടോ? എന്തിന് ഈ രേഖ എഴുതി? ആരെക്കൊണ്ട് എഴുതിച്ചു? തുടങ്ങിയെല്ലാം ഇൻറ്റേർണൽ ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ രേഖകൾ വിലയിരുത്തിക്കൊണ്ട് ചരിത്രത്തെ വ്യക്തി അധിഷ്ഠിതമാക്കാതെ ഒബ്ജക്റ്റീവ് ആക്കാനുള്ള, വസ്തുനിഷ്ഠമായി അതിനെ കാണുവാനുള്ള ഒരു രീതി വളർന്നു വരികയുണ്ട്. ഇന്ത്യയിൽ RSS നടത്തുന്നത് ചരിത്രത്തെ കഴിയുന്നത്ര മാറ്റിമറിക്കുക, വളച്ചൊടിക്കുക എന്നതാണ്. തീർത്തും രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടിയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ അയോധ്യ പള്ളി സംബന്ധിച്ച്, താജ്മഹൽ സംബന്ധിച്ചൊക്കെ അങ്ങനെയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് ചരിത്രരേഖകൾ അതർഹിക്കുന്ന അർത്ഥത്തിൽ സംരക്ഷിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യതയാണ്. സഹിഷ്ണുതയുടെയും സമ്പന്നമായിട്ടുള്ള പൈതൃകത്തിൻ്റെയും സമാധാനപരമായി ഒന്നിച്ചു ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജനതയെ ഗൂഢ ലക്ഷ്യം നിലനിർത്തി ഫാസിസ്റ്റ് ചിന്താഗതിക്കാർ ചരിത്രത്തെ പലവിധത്തിലും സൂക്ഷ്മമായി തെറ്റായി ചിത്രീകരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സർ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മുടെ രാജ്യത്തെ അവരെ രാജവാഴ്ചയാക്കുക എന്ന ദുഷ്ട അജണ്ടയുണ്ടായിരുന്നു. അന്ന് മതേതര രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടും വൃത്തികെട്ടുന്ന, ഭിന്നിപ്പിക്കുന്ന പ്രീണനങ്ങൾ കളിച്ച് അവർ നമ്മുടെ സമൂഹത്തെ ദുഷിപ്പിക്കാൻ, വിഭവങ്ങളെ ബാധിക്കുന്ന ധീരമായ പരിഷ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നടത്തിയത്. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് പോലും ചരിത്ര പഠനം വരും കാലങ്ങളിൽ അനിവാര്യമാകും എന്നത് ഉറപ്പാണ്. ഇന്നലകളുടെ തുടർച്ചയാണ് ഇന്നെന്നും ഇന്നിൻ്റെ തുടർച്ചയാണ് നാളെയെന്നും മറക്കാതിരിക്കാൻ ചരിത്ര പഠനം സഹായിക്കും. രാജഭരണത്തിൻ്റെ നാളുകളിൽ ഇന്ത്യയിൽ നിലനിന്ന ജനാധിപത്യത്തെപ്പറ്റിയും ജനങ്ങളുടെ ആവലാതികൾ പരിഹാരം കണ്ടെത്താൻ കഴിയാതെ പോയ ഭരണാധികാരികളുടെ പരാജയത്തെപ്പറ്റിയും എല്ലാം ഇന്ത്യയുടെ ചരിത്ര പാഠത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നിയമം മൂലം സ്ഥാപിച്ച കമ്മീഷനുകളുടെയും കമ്മിറ്റികളുടെയും പൊതുരേഖകൾ സംരക്ഷിക്കുന്നതിനും സ്വകാര്യ സ്രോതസ്സിൽ നിന്നും പുരാരേഖകൾ ഏറ്റെടുക്കുന്നതിനുമായി പൊതുരേഖ മാനേജ്മെൻറ്റ് സംവിധാനം രൂപീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ പൊതുരേഖാ ബിൽ ഉറപ്പു തരികയാണ്. പൊതുരേഖകൾ സംസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും പൊതുരേഖകൾ നശിപ്പിക്കുന്നതിനും ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതിന് പൊതുരേഖകളുടെ സംരക്ഷണവും പരിപാലനവും സംബന്ധിച്ച വ്യക്തമായ നടപടിക്രമങ്ങൾ രൂപീകരിക്കുന്നതിനുമാണ് യഥാർത്ഥത്തിൽ ഈ 2023 കേരള പൊതുരേഖാ ബിൽ നിയമനിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി മനസ്സിലായി. പുരാരേഖകളുടെ സംരക്ഷണത്തിന് പരിപാലനത്തിനുമായിട്ടുള്ള ഈ നിയമം എനിക്ക് തോന്നുന്നു കേരള ജനത അങ്ങേയറ്റം സന്തോഷത്തോടെ സ്വീകരിക്കപ്പെടും എന്ന കാര്യം തർക്കമില്ല. ബില്ലിൻ്റെ ഭാഗമായി
ഇലക്ട്രോണിക് രേഖകളും പൊതുരേഖയായി മാറുകയാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള വലിയ മാറ്റമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് രേഖകൾ പുരാരേഖകളായി കണക്കാക്കുകയും ഇവ നശിപ്പിക്കുകയോ അനുമതിയില്ലാതെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്തുകയോ ചെയ്താൽ 5 വർഷം വരെ തടവ്, അതുപോലെ തന്നെ 25,000 രൂപ പിഴ രണ്ടും കൂടിയോ ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ ശക്തമായിട്ടുള്ള നിയമം ഇതിൽ വരികയാണ്. പൊതുരേഖകൾ സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് നിലവിൽ സർക്കാർ ഉത്തരവുകളുണ്ട്. പക്ഷേ അത് വലിയ പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഇലക്ട്രോണിക് രേഖകൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നില്ല. സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കമ്മീഷനുകൾ, സർക്കാർ കമ്മിറ്റികൾ തുടങ്ങിയവയിലെ രേഖകൾ നിയമപരിധിയിൽ വരും. പുരാരേഖകൾ സംബന്ധിച്ചുള്ള അധികാരം സർക്കാരിനായിരിക്കും. ഇവയിൽ ശാശ്വത മൂല്യമുള്ള രേഖകൾ നശിപ്പിക്കപ്പെടാൻ പാടില്ലാത്തതാണെന്ന സ്വഭാവത്തിൽ ഉൾപ്പെടുത്തും. പ്രാദേശികം, ചരിത്രപരം എന്നിങ്ങനെ പ്രാധാന്യമുള്ള രേഖകൾ കൊടുത്ത് വില നൽകിയോ ഉടമ്പടിയിൽ ഏർപ്പെട്ടോ 30 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള രേഖകൾ, പ്രമാണങ്ങൾ ഗവേഷകർക്ക് ആർക്കൈവ്സിൽ നിന്നും ലഭ്യമാക്കുമെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും റെക്കോർഡ് സൂക്ഷിക്കുന്ന റൂം ഓഫീസുകൾ ഉണ്ടാകുമെന്നാണ് വിവക്ഷിക്കുന്നത്. പുരാരേഖ വകുപ്പുമായി ആലോചിച്ചാണ് രേഖകൾ എത്ര കാലം സൂക്ഷിക്കണമെന്ന് തീരുമാനിക്കുക. 100 വർഷത്തിലധികം പഴക്കമുള്ള രേഖകൾ സംരക്ഷിക്കാൻ കഴിയാത്തവ ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നശിപ്പിക്കാൻ കഴിയൂ. എപ്പോൾ വേണമെങ്കിലും രേഖ നശിപ്പിക്കാനോ മാറ്റാനോ കൊണ്ടുപോകാനോ ഒക്കെ ഇതുമൂലം ഇല്ലാതാകുന്ന ഒരു പൊതുസ്ഥിതി സംജാതമാക്കാൻ നമുക്ക് കഴിയും. പുരാരേഖകളുടെ പരിപാലനം, സംരക്ഷണം, വിനിയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകാൻ ബോർഡ് നിലവിൽ വരും. പുരാരേഖ വകുപ്പ് സെക്രട്ടറി ചെയർമാനായ ബോർഡിൽ അതിൽ വളരെ പ്രധാനമുണ്ട് സാംസ്കാരിക രംഗം, അതുപോലെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാരം, ധനം, തദ്ദേശ നിയമ വകുപ്പ് ഇതിലെ പ്രതിനിധികൾ, സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നത് ആർക്കിവിസ്റ്റ്, IT പ്രൊഫഷണൽ, അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള നോമിനേറ്റ് ചെയ്യപ്പെടുന്ന MLA മാർ, വകുപ്പ് ഡയറക്ടർമാർ എല്ലാവരും ഉണ്ടാകുമെന്ന് പറയുന്നത് അത് വളരെ കൃത്യമായി ഈ പൊതുരേഖാ ബിൽ അതിൻ്റെ സൂക്ഷ്മ തലത്തിലുള്ള ആലോചന ഉണ്ടായി എന്ന് വ്യക്തത വരുത്തുന്നത് തന്നെയാണ്. ജില്ലാ തലത്തിൽ പുരാണ സംരക്ഷണം ഊർജിതമാക്കാൻ വേണ്ട ശ്രദ്ധയും ഈ ബില്ലിലുണ്ട്. പുരാരേഖ വകുപ്പിന് കീഴിൽ നിലവിൽ സ്കൂൾ തലത്തിൽ നടപ്പാക്കുന്ന തുടർച്ചയാണ് ചരിത്രകാരന്മാരെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ കൂട്ടായ്മ ഒരുക്കുന്നത്. ജില്ലാതലത്തിൽ ഹെറിറ്റേജ് ഫോറത്തിന്റെ ഏകോപനത്തിന് കോർഡിനേറ്റർ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ചരിത്രപരമായ ഒരു ബില്ലിൻ്റെ എല്ലാ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ബിരുദ പഠനത്തിനും ബിരുദാനന്തര പഠനത്തിനും വരുന്ന വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഒന്നാണ് ചരിത്രം. മലയാളം പഠിക്കുവാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്കും ഉത്തരം എഴുതാനുള്ള ഒരു പേപ്പർ എന്ന നിലയിൽ കേരള ചരിത്രം പഠിക്കേണ്ടതുണ്ട്. ആർക്കിയോളജിയെയും മ്യൂസിയോളജിയെയും ആർട്ട് ഹിസ്റ്ററിയെയും ചരിത്രവുമായി ബന്ധപ്പെടുത്തി പഠിക്കുവാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. കോമ്പിനേഷൻ കോഴ്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ നമ്മുടെ സർവകലാശാലകൾ തയ്യാറായാൽ ചരിത്ര പഠനത്തിനും പുതിയ ഒരു ദിശാബോധം നൽകാൻ കഴിയും എന്നത് ഉറപ്പാണ്. വസ്തുനിഷ്ഠവും വിശ്വാസയോഗ്യമായ യഥാർത്ഥ ചരിത്രത്തിൻ്റെ പ്രമാണങ്ങളായ പുരാരേഖകളെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും വേണ്ടി നിലകൊള്ളുന്ന 2023 പൊതുരേഖ ബിൽ എന്നത് ഒരു രാജ്യത്തിൻ്റെ ചരിത്രപരമായ അറിവും വിജ്ഞാന വിവര സംരക്ഷണ ഉപാധിയുമാണ്. അത് ജനതയുടെ ആകെ ആഗ്രഹവും ആശ്രയവുമാണ് എന്നതിനാൽ ഈ പൊതുരേഖാ ബില്ലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ പൊതുരേഖാ ബില്ലുമായി നല്ല പഠനം നടത്താൻ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ മന്ത്രി അഹമ്മദ് തേവർകോവിൽ തുടങ്ങി നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. വളരെ അഭിനന്ദനാർഹമായ ഒരു കോർഡിനേഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഈ ബില്ല് നാളെ വരുന്ന സമൂഹം എനിക്ക് തോന്നുന്നു നിരവധിയായിട്ടുള്ള നൂലാമാലകളും പ്രശ്നങ്ങളും സങ്കീർണതകളും ഒക്കെ ഉണ്ടാക്കാവുകയും കേരള നിയമസഭയുടെ ചരിത്രത്തിലുള്ള ഏറ്റവും നല്ല നിയമനിർമ്മാണങ്ങളിൽപ്പെട്ട ഒന്നായി ഗണിക്കപ്പെടും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ ബില്ലിനെ ഒരിക്കൽ കൂടി പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. യെസ്, ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ ആർക്കിയോളജി മ്യൂസിയം വകുപ്പ് മന്ത്രി. സർ, നമ്മുടെ 2023 കേരള പൊതുരേഖാ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാന്യരായ എല്ലാ അംഗങ്ങളെയും ഞാൻ അഭിവാദനം ചെയ്യുകയാണ്. അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ പ്രസക്തമായ കാര്യങ്ങൾ നമ്മുടെ സാമാജികമായി ഉന്നയിക്കില്ല. ഈ നിലയിലുള്ള താല്പര്യങ്ങൾ തുറന്നുള്ള പ്രവർത്തനങ്ങളിലും നമ്മുടെ
പുരാവസ്തു പുരാരേഖാ മ്യൂസിയം പ്രവർത്തനങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ സന്നദ്ധമായാൽ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചില വകുപ്പുകൾ ദുർവ്യാഖ്യാനത്തിന് ഇടയാക്കുന്ന നിലയിലുള്ള ചില പരാമർശങ്ങളും സാരില്ലാത്തതാണ്. നമ്മുടെ രേഖകൾ പുറത്തു കൊണ്ടുപോകുന്നതിൽ വിലക്ക് സംബന്ധിച്ചാണ് ചിലർക്ക് ആശങ്കയുണ്ടായത്. ശാശ്വത മൂല്യങ്ങളുള്ള രേഖകളുടെ അസൽ രേഖകൾ പുറത്തു കൊണ്ടുപോകുന്നത് മാത്രമാണ് നിയന്ത്രണം. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്ന തടസ്സമില്ല. ഇതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാനും ജേക്കബ് പറയുകയുണ്ടായി. ഹിൽപാരസൈ കാര്യം പറഞ്ഞതിന് ഓരോന്നും കൃത്യം ഞാൻ പറയുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി സന്ദർശനം, അദ്ദേഹം ഇവിടെ ഇല്ലേ ഇപ്പോൾ, ഞങ്ങൾ ഒന്നിച്ചവിടെ സന്ദർശനം നടത്തുകയും പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതാണ്. അദ്ദേഹം സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ പാരമ്പര്യവും പ്രശസ്തിയൊക്കെ കണക്കെടുത്തുകൊണ്ട് അതിൻ്റെ പരിപാലനം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സന്ദർശകന്മാരുടെ സാഹുല്യം വർദ്ധിച്ചതും ഞാനിവിടെ അറിയിക്കുകയാണ്. ശാശ്വത മൂല്യമുള്ള രേഖകളുടെ അസൽ രേഖകളെല്ലാം തന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ്. ആർക്കൈവ്സുമായി ബന്ധപ്പെട്ടതാണ് രേഖയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എങ്കിലും മറ്റ് വിഷയങ്ങൾ കൂടി ബഹുമാനപ്പെട്ട അംഗങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. വകുപ്പിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ബില്ലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുള്ള അംഗങ്ങളും മറ്റ് ബഹുമാന്യരായ അംഗങ്ങളെല്ലാം ഉണ്ട്. തീർച്ചയായും ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ വകുപ്പിൻ്റെ പ്രാധാന്യം ഉന്നതമാക്കുന്നതാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പ്രബുദ്ധത, രാഷ്ട്രീയ പ്രബുദ്ധത, സാംസ്കാരിക പ്രബുദ്ധത, ഇങ്ങനെയുള്ള ബഹുമുഖമായ പ്രബുദ്ധതകൾക്ക് ആനുപാതികമായി ഈ 3 വകുപ്പുകളിലും ജനങ്ങളോ അല്ലെങ്കിൽ നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന പൊതുസമൂഹവുമായി ഇടപെടുന്നില്ല എന്ന് വേദനിക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ്. ഈ പ്രബുദ്ധത എല്ലാം കൂടി ചേർന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ 3 വകുപ്പുകളും ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നായി നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക, സാമൂഹ്യ, വൈജ്ഞാനിക മേഖലയിൽ പ്രശോഭിതമാകുന്ന ഒന്നായി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ പുരാവസ്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ പുരാരേഖയുമായും മ്യൂസിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് ഈ ആർക്കൈവ്സുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ബില്ല് എന്നതുകൊണ്ട് അതിനാണ് ഇതിൽ നമുക്ക് സൗകര്യം നൽകാൻ കഴിയുന്നത്. ഇവിടെ രേഖകൾ പുറത്തു കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ശ്രീ ബഹുമാന്യനായ സുമിതുള്ള പറഞ്ഞ പോലെ നിലവിൽ രേഖകൾ വ്യക്തികളിൽ നിന്ന് സ്വീകരിക്കുന്നതിൽ നിലവിൽ വ്യവസ്ഥയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചട്ടങ്ങൾ ലഭിക്കുക. സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള രേഖകൾ സംരക്ഷിക്കുക സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആശങ്ക. ഇതുപോലുള്ള രേഖകൾ സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ ചെന്ന് സംസാരിച്ചപ്പോഴെല്ലാം അത് നൽകുന്നതിനുള്ള വൈമുഖ്യം കാണിച്ച അനുഭവങ്ങൾ ഏറെയുണ്ട്. ചില സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സ്വകാര്യ വ്യക്തികളുമായി സംസാരിച്ചപ്പോൾ അത് നൽകുന്നതിൽ കാണിച്ചിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട് എന്ന് മറ്റൊരു വസ്തുതയാണ്. പഴയ നാണയശേഖരങ്ങളുണ്ട്, അത് നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും പോയി സംസാരിക്കുമ്പോൾ അത് നൽകാതിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ ചില സാഹചര്യം ഉള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ബലം പ്രയോഗിച്ച് അതൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ല എന്നത് മിനിസ്റ്റർ തയ്യാറല്ല. അങ്ങ് പറഞ്ഞോ. തീർച്ചയായിട്ടും അത് സ്വകാര്യ വ്യക്തി തന്നെ സ്വീകരിക്കുക എന്നുള്ളതല്ല, അവർ നൽകാൻ തീരുമാനിച്ചാൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്, ബലം പ്രയോഗിച്ചിട്ടല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഭാരതീയ നാഗരിക സുരക്ഷ സംബന്ധിച്ച ആശങ്ക 9ാം ഖണ്ഡത്തിലെ ഔദ്യോഗിക ഭേദഗതികൾ പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങളും ചർച്ചകളും കേട്ട് അതാത് ഇടങ്ങളിൽ ചെന്ന് പരിഹരിക്കാൻ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ നിലയിലുള്ള പിന്തുണയും സഹായങ്ങളും ലഭ്യമാക്കി കഴിഞ്ഞാൽ അത് നൽകുന്നതിന് അത് ഏറ്റെടുക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. സ്ഥലലഭ്യതയുണ്ട്,
അതുപോലെ മറ്റു ചില പ്രശ്നങ്ങൾ പ്രായോഗികമായി ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതേ നാണയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആ ശേഖരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പോകുമ്പോഴാണ് ചില തടസ്സവാദങ്ങൾ ഉന്നയിച്ചത്. ചില ഇടപെടൽ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ സൂക്ഷിപ്പുകൾ അത് ഈ രാജ്യത്തിൻ്റെ അമൂല്യമായ നിധികളാണ് എന്നതുകൊണ്ട് അത് ഏറ്റെടുക്കുക, സ്വീകരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പക്ഷാന്തരമില്ല. ഇവിടെ എൻ്റെ സ്ഥാനത്ത് പറഞ്ഞു കുമാരനാശാൻ താമസിച്ച SNDP സ്കൂളിലെ പഠിപ്പുര മാളിക സംരക്ഷണം സംബന്ധിച്ച് വിഷയം അത് പ്രത്യേകിച്ച് പരിഗണിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള നിരവധി വിഷയങ്ങൾ നാട്ടിൻപുറങ്ങളിൽ ഉണ്ട്. അത് അതിൻ്റെ പ്രാധാന്യത്തോട് പ്രസക്തിയോടുകൂടി ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സമീപിക്കുന്ന പ്രവണത കുറഞ്ഞു വരികയാണ്. സഭയിൽ പറഞ്ഞത് കാര്യം നല്ലത്, അത് ശ്രദ്ധിച്ചു, അത് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ കെ മുരളി പറഞ്ഞ MLA വിഷയങ്ങൾ പുരാവസ്തുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമ നിലവിൽ പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ ഓരോ നിയമങ്ങളും സാധനങ്ങളിലുമുണ്ട്. പഠനകേന്ദ്രം സ്ഥാപിക്കണം കാര്യവട്ടത്ത് എന്ന് സെബാസ്റ്റ്യൻ കാലത്തുകൂടി പറഞ്ഞു. ഇവിടെ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം കാര്യവട്ടത്ത് വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ച് പൂർത്തീകരിക്കാൻ പോവുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് പ്രാധാന്യം മനസ്സിലാക്കാൻ വലുപ്പം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാര്യവട്ടത്ത് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പഠന ഗവേഷണ കേന്ദ്രം പൂർത്തിയായി വരികയാണ്. അതുപോലെ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും പരീക്ഷിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സഹായങ്ങളുമുണ്ടെങ്കിൽ അതെല്ലാം കാണാനും കേൾക്കാനും വിലയിരുത്താനും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആ കാര്യത്തിലില്ല എന്നതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പൈതൃക ശേഷിപ്പുകളും സ്മാരകങ്ങളും സംബന്ധിച്ച വിഷയങ്ങൾ അത് അതാത് കാലഘട്ടങ്ങളിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ കൂടി നിർദ്ദേശത്തോടും പിന്തുണയോടും കൂടി നൽകിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാനും സ്വീകരിക്കാനും അത് പൂർത്തീകരിക്കാനും കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇവിടെ ബഹുമാനീയരായ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെയുള്ള വിവിധ കാര്യങ്ങൾ അതെല്ലാം തന്നെ നമ്മുടെ പ്രാവർത്തികമാക്കുന്ന രംഗത്ത് നമ്മുടെ ജനകീയ സഹകരണത്തിൻ്റെ അനിവാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാവർക്കും ഒരുപോലെ ബോധ്യമാകണമെന്നില്ല. എന്നാൽ ഇത് ജനകീയ സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഇടങ്ങളിൽ അതിന് പ്രാധാന്യം പ്രസക്തിയും വളരെയധികം ഉന്നതമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹിൽ പാലസിൻ്റെ കാര്യം പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അതുപോലെ ഓരോ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമുണ്ട്. എറണാകുളമാണെങ്കിൽ ഒരു വലിയ കേരളത്തിലെ ഏറ്റവും വ്യാവസായിക വൈജ്ഞാനിക സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉള്ളതാണ്. അവിടെയും പ്രാദേശികമായി പറയുന്ന ഓരോ കാര്യങ്ങളും ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ശ്രദ്ധിക്കാനും അത് ഇടപെടാനും കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ബഹുമാനപ്പെട്ട രാജീവ് പറയുന്ന ചില വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പ്രാദേശികമായി ഉണ്ടാകുന്ന അധികം സംസാരിക്കാൻ ആമുഖമായി സംസാരിച്ചതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ നെടുശ്ശേരിയിലെ കാര്യം പൈതൃകമായിരുന്നാലും കോട്ടയായിരുന്നാലും ഇപ്പോൾ കോട്ടകൾ സംരക്ഷിക്കുന്ന കാര്യത്തിലുള്ളൊരു പ്രത്യേകത കേന്ദ്രത്തിൻ്റെ നിയമമുണ്ട്. കോട്ടകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോട്ടകളുടെ കാര്യത്തിൽ അവരുടെ നിയന്ത്രണത്തിലുള്ളതുകൊണ്ട് നമുക്ക് തന്നെ സ്വതന്ത്രമായി ഏറെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ അസൗകര്യങ്ങൾ ആ രംഗത്തുമുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെ രേഖകൾ സൂക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ ഏറ്റവും പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ദേശീയ സാഹചര്യത്തിൽ ഈ ചരിത്രങ്ങളും ചരിത്ര സൂക്ഷിപ്പുകളും പരിപാലിക്കുന്ന കാര്യത്തിലുണ്ടാകുന്ന ഒരു ഭീഷണി നിലവിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ നിർഭാഗ്യത്തിന് വാസ്തവത്തിൽ പാർലമെൻറ്റിൻ്റെ പ്രസംഗം നമ്മളെല്ലാം കേൾക്കുകയുണ്ടായി. ലോകാരാധ്യനായ ഗാന്ധിയുടെ ഘാതകനെ ചരിത്രപുരുഷനായി വാഴ്ത്തണം, അദ്ദേഹത്തിന് ക്ഷേത്രങ്ങളും പ്രതിമകളും സ്ഥാപിക്കണം രാജ്യവ്യാപകമായി എന്നൊക്കെ പ്രസംഗിക്കാൻ ഒരാളുണ്ടായി എന്ന് പറഞ്ഞാൽ ലോകം തന്നെ അത് ആ പ്രസംഗം കേട്ട് അമ്പരന്ന് പോയി ഞെട്ടിപ്പോയി. ഇതാണ് നീക്കത്തിൻ്റെ ഭാഗം. അതുകൊണ്ട് ഈ നിലയിലുള്ള നീക്കങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു വർത്തമാനകാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വസ്തുതാപരമായ ചരിത്രപരമായ സത്യങ്ങളും സത്യവസ്തുതകളും എന്താണോ അതൊക്കെ നിഷേധിക്കപ്പെടുകയും നിരോധിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് രൗദ്രഭാവങ്ങൾ അഴിഞ്ഞാടുന്നൊരു സാഹചര്യത്തിൽ ചരിത്രവും ചരിത്രത്തിൻ്റെ സാക്ഷ്യങ്ങളും സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ചരിത്ര ദൗത്യമായി ഏറ്റെടുക്കാൻ എല്ലാവരും തയ്യാറാകുന്ന സമയം ഇതാണ്. അത് സാധ്യമാകുന്ന ഒരു സംസ്ഥാനം
നമ്മുടെ കേരളമാണ് എന്ന കാര്യത്തിനും യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെയുള്ള ഞാൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ പ്രബുദ്ധതയും രാഷ്ട്രീയ പ്രബുദ്ധതയും സാംസ്കാരിക പ്രബുദ്ധതയും എല്ലാം കൂടി ചേർന്ന് ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ വിലപ്പെട്ട സംഭാവന നൽകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദേശീയ രംഗത്ത് കാണുന്ന വിപത്തുകളുടെ ആക്രോശങ്ങളും രൗദ്രഭാവങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന നിയമങ്ങളായിരുന്നാലും നിയമനിർമ്മാണമായിരുന്നാലും ജനകീയ മുന്നേറ്റങ്ങളായിരുന്നാലും അതിൽ പശ്ചാത്തലമൊരുക്കാൻ കഴിയുന്ന നിലയിൽ ഒരു സാംസ്കാരിക അവബോധം സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ സംസ്ഥാനം എന്നതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഈ ബിൽ നടപ്പിലാകുന്നതോടുകൂടി ചരിത്രത്തിൻ്റെ ഭാഗമായി അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തും നമ്മുടെ ചരിത്രപരമായ വസ്തുതകളെ പരീക്ഷിക്കുവാനും സൂക്ഷിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും നിർബാധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ആധാരമായ നിലയിൽ നമ്മുടെ ഈ ബില്ലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് ബഹുമാന്യരായ നിയമസഭാ സാമാജികന്മാരുടെ പിന്തുണ എല്ലായിടങ്ങളിൽ നിന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ഈ സഭയിൽ സംസാരിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാന്യരായ MLA-മാർ എല്ലാവരോടും ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ല് പാസാക്കി നൽകണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ശ്രീമതി ശാന്തകുമാരി കെ, അങ്ങയുടെ 1 നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ E.T. ടൈസൺ മാസ്റ്റർ, അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2023 കേരള പൊതുരേഖ ബിൽ പരിഗണനക്കെടുക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 235 ശ്രീ T.P. രാമകൃഷ്ണൻ, നോട്ട് ഇൻ ദ സീറ്റ്. 236, 248, 258, 259, 264, 385 പ്രൊഫസർ ആബീദ് ഹുസൈൻ തങ്ങൾ, നോട്ട് ഇൻ ദ സീറ്റ്. 238, 301, 409 ശ്രീ K. ബാബു തൃപ്പൂണിത്തറ, നോട്ട് ഇൻ ദ സീറ്റ്. 240, 254, 268, 287, 300, 343, 363, 388, 416 ശ്രീ M. വിൻസെന്റ്, നോട്ട് ഇൻ ദ സീറ്റ്. 241, 303, 308, 405, 413 ശ്രീ K. വിജയൻ, നോട്ട് ഇൻ ദ സീറ്റ്. 244, 270, 295, 352, 370 ശ്രീ U. ലത്തീഫ്, യെസ്. 249, 274, 311, 350, 401 ശ്രീ P. K. ബഷീർ, നോട്ട് ഇൻ ദ സീറ്റ്. 253, 306, 325, 327, 342, 357, 394, 412, 417 മോൻസ് ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. 255, 316 ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നോട്ട് ഇൻ ദ സീറ്റ്. 260, 285, 350, 330, 358 ശ്രീ T.V. ഇബ്രാഹിം, നോട്ട് ഇൻ ദ സീറ്റ്. 277, 337, 395 V. ശശി, നോട്ട് ഇൻ ദ സീറ്റ്. 281, 344, 378, 381, 382, 389, 410 ഡോക്ടർ N. ജയരാജ്, യെസ്. 286, 370, 341 ശ്രീമതി K. രമ, യെസ്. 289 ശാന്തകുമാരി കെ, യെസ്. 290, 390 ശ്രീ ഉമാ തോമസ്, യെസ്. 296 ശ്രീ അനൂപ് ജേക്കബ്, യെസ്. 297 ശ്രീ C. മൊയ്തീൻ, യെസ്. 310 ശ്രീ K. ഹരീന്ദ്രൻ, നോട്ട് ഇൻ ദ സീറ്റ്. 312 സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, യെസ്. 319, 345 ശ്രീ ചന്ദ്രശേഖരൻ, യെസ്. 323 P. C. വിഷ്ണുദാസ്, നോട്ട് ഇൻ ദ സീറ്റ്. 326 തോട്ടത്തിൽ രവീന്ദ്രൻ, യെസ്. 332 ശ്രീ U. R. പ്രദീപ്, യെസ്. 362 ശ്രീ K. T. ജലീൽ, യെസ്. 362 ശ്രീ മുരളി പെരുന്നല്ലി, യെസ്. 367 ശ്രീ എൽദോസ് P. കുന്നപ്പള്ളി, നോട്ട് ഇൻ ദ സീറ്റ്. 369 ശ്രീ C. H. കുഞ്ഞമ്പു, യെസ്. 374 ശ്രീ T. J. വിനോദ്, നോട്ട് ഇൻ ദ സീറ്റ്. 376 ശ്രീ മാത്യു കോഴൽനാടൻ, യെസ്. 376. 379 ശ്രീ C. R. മഹേഷ്, യെസ്. 383 ശ്രീ P. T. റഹീം, യെസ്. 386 ശ്രീ P. നന്ദകുമാർ, നോട്ട് ഇൻ ദ സീറ്റ്. 392 ശ്രീ A. പ്രഭാകരൻ, നോട്ട് ഇൻ ദ സീറ്റ്. 393 ശ്രീ സുജിത് വിജയൻ പിള്ള, യെസ്. 410 ശ്രീ M. മുകേഷ്, നോട്ട് ഇൻ ദ സീറ്റ്. 411 ശ്രീ P. V. ശ്രീനിജിൻ, യെസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ,
യെസ് യെസ്. സാർ എൻ്റെ 257 സാർ വിളിച്ചില്ല, പകരം വിളിച്ചത് 255 ആണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ട് ഇൻ സീറ്റ്. അപ്പം നെക്സ്റ്റ് എൻ്റെതാണ്, എന്നെ വിളിക്കേണ്ടതായിരുന്നു, വിളിച്ചിട്ടില്ല. വെയിറ്റ് അങ്ങയുടെ കാണുന്നില്ലല്ലോ. ഇൻസ്റ്റെഡ് ഓഫ് 255 257. 255 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം നോട്ട് ഇൻ സീറ്റ്. യെസ് യെസ്. അങ്ങ് മൂവ് ചെയ്തോ? യെസ് മൂവ് ചെയ്തു. യെസ് യെസ്. മിനിസ്റ്റർ. സർ, രണ്ടാം ഘട്ടത്തിൽ ഭേദഗതി നമ്പർ 248 പ്രൊഫസർ ആബീദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ നോട്ടീസ് നൽകി. അത് ഔദ്യോഗിക ഭേദഗതിയായല്ലോ. അത് സ്വീകരിക്കുന്നു. അത് അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് അത് ഔദ്യോഗിക ഭേദഗതിയായി സ്വീകരിക്കാൻ, ആളില്ലാത്തതുകൊണ്ട് അത് ഔദ്യോഗിക ഭേദഗതിയായി സ്വീകരിക്കാൻ. നമ്പർ 269 ശ്രീ കുറുക്കോളി മൊയ്തീൻ MLA, അദ്ദേഹം ഹാജരാകുന്നതുകൊണ്ട് അതും ഔദ്യോഗികമായി സ്വീകരിക്കാൻ. 364 പ്രൊഫസർ ആബീദ് ഹുസൈൻ, അദ്ദേഹവും നേരത്തെ സ്ഥലത്തിൽ നിന്നും അതുകൂടി ഔദ്യോഗിക ഭേദഗതിയായി സ്വീകരിക്കാൻ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്വീകരിച്ച ഔദ്യോഗിക ഭേദഗതിയും അതുപോലെ തന്നെ UA ലത്തീഫിൻ്റെ ഭേദഗതി ഉൾപ്പെടെ മറ്റ് ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഭേദഗതി പ്രകാരമുള്ള രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഭേദഗതി പ്രകാരമുള്ള മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. ഇനി രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. 421-530 മഞ്ഞളാങ്കുവേലി യെസ്. 422, 455, 461, 465, 477, 482, 493, 496, 509, 510, 529 Dr. N. Jayaraj yes. 423, 457, 511, 531 Sri Chandrasekharan yes. 427 Sri KD Prasanan yes. 428 Sri KU Janish Kumar not in the seat. 429 Sri KP Kunjamadin Master yes. 430, 463 Sebastian Kolathungal yes. 431, 456, 478, 495 Sri Mons Joseph not in the seat. 432, 501 Sri Ubaidullah ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ AK Ashraf yes. 436 Dr. KT Jalil yes. 438 ശ്രീമതി KK Rama yes. 439, 516 Sri Kurkoli Moideen not in the seat. 443, 445, 476, 525 Sri Professor Abid Hussain Dangal not in the seat. 444, 450, 471, 472, 490, 491, 528 Vincent not in the seat. 446 Trivanju Radhakrishnan not in the seat. 448, 474 Vishnunath not in the seat. 451, 504, 521 V. Shashi not in the seat. 462 DK Murali yes. 464 M. Rajagopalan yes. 466 Anslan not in the seat. 479, 484 CK Vijayan not in the seat. 4860 PK Bashir not in the seat. 494 TP Ramostan not in the seat. 508 Sri Anup Jacob yes. 519 Sri Roji M. John not in the seat. 526 TJ Vinod yes. Minister. സർ, ഖണ്ഡം 466 ശ്രീ K. ആൻസലൻ ഔദ്യോഗിക ഭേദഗതി ആൻസലൻ നോട്ട് ഇൻ ദ സീറ്റ് അത് ഔദ്യോഗികമായി സ്വീകരിക്കാൻ. പ്രൊഫസർ ആബീദ് ഹുസൈൻ തങ്ങൾ അതും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായി സ്വീകരിക്കാൻ. 497 M. ഷംസുദ്ദീൻ MLA നോട്ട് ഇൻ ദ സീറ്റ് അദ്ദേഹം അതും ഔദ്യോഗികം സ്വീകരിക്കുകയാണ്. ഡോക്ടർ N. ജയരാജ് നിർണയിക്കപ്പെടാവുന്ന എന്ന രീതിയിൽ ഒരു ഭേദഗതിയോടെ അതും ഔദ്യോഗികമായി സ്വീകരിക്കാം. യെസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്വീകരിച്ച ഔദ്യോഗിക ഭേദഗതിയും ഡോക്ടർ N. ജയരാജൻ്റെ ഭേദഗതി ഒഴിച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. സ്വീകരിച്ചു, മറ്റു ഭേദഗതി തള്ളിയിരിക്കുന്നു. 406 466 ആൻസ്ലാൻ അത് ഔദ്യോഗിക ഭേദഗതിയാണ്. 476 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഒഫീഷ്യൽ ഭേദഗതിയാണ്. 501 N. ഷംസുദ്ദീൻ ഒഫീഷ്യൽ ഭേദഗതിയാണ്. ഡോക്ടർ N. ജയരാജിൻ്റെ 510 ഒഫീഷ്യൽ ഭേദഗതി. ആരുടെ? അബ്ദുൽ ഹമീദ് യെസ് യെസ്. അബ്ദുൽ ഹമീദിൻ്റെതും അതുപോലെ തന്നെ ഡോക്ടർ N. ജയരാജിൻ്റെ ഭേദഗതിയും ഒപ്പം മന്ത്രി സ്വീകരിച്ച ഔദ്യോഗിക ഭേദഗതികൾ ഒഴിച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി പ്രകാരമുള്ള മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഭേദഗതി പ്രകാരമുള്ള മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കും. നാലാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. 535 ശ്രീ മോൻസ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. 536 ഡോക്ടർ N. ജയരാജ് യെസ്. 537 ഡോക്ടർ N. നെല്ലിക്കുന്ന് യെസ്.
541, 556, Dr. Sri Job Michael, not in the seat. 542, 543, Sebastian Kulatungal, yes. 544, Manalangveli, yes. 545, 551, M. Vincent, not in the seat. 546, Professor Abid Hussain Tangal, not in the seat. 547, Srimati K.K. Rama, yes. 548, M.V. Govindan Master, not in the seat. 549, Sri D.K. Murali, yes. 550, Sri A.C. Moideen, yes. 552, Sri T.V. Ibrahim, not in the seat. 557, Dr. Matthew Goelnadan, yes. Yes, Minister. സർ 543 സെബാസ്റ്റ്യൻ കളത്തുങ്കൽ അദ്ദേഹത്തിൻ്റെ ഭേദഗതി സ്വീകരിക്കുന്നു. അത് യെസ്, ബഹുമാനപ്പെട്ട മറ്റ് ഭേദഗതിയൊന്നും സ്വീകരിക്കേണ്ടതില്ല. യെസ്, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മൂവ് ചെയ്ത് 543 ഭേദഗതി വെച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി പ്രകാരമുള്ള 4-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഭേദഗതി പ്രകാരമുള്ള 4-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 5-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. 559 ശ്രീമതി ശൈല ടീച്ചർ, നോട്ട് ഇൻ ദ സീറ്റ്. 560 ഹാബിദ് ഹുസൈൻ തങ്ങൾ, നോട്ട് ഇൻ ദ സീറ്റ്. 561 T.J. Vinod, not in the seat. 563, 569, 578 M. Vincent, yes. 564 M.B. Govindan Master, not in the seat. 570 M. Mani, not in the seat. 571 Sri Mons Joseph, not in the seat. 572 N. Jairaj, yes. 573 Srimati K.K. Rama, yes. 574 N. Nellikundu, yes. Minister. ഭേദഗതി ഒന്നും സ്വീകരിക്കേണ്ടതില്ല. യെസ്, ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 5-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നം അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 5-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 6-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 580 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, യെസ്. 581, 593 ഡോക്ടർ മാത്യു കോൽനാടൻ, നോട്ട് ഇൻ ദ സീറ്റ്. 583 ശ്രീ മനലാങ്കുവേലി, യെസ്. 584, 595, 615, 6915 മോൻസ് ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. 585 ശ്രീ K.V. Sumesh, not in the seat. 586, 608 P. Abdul Hamid, yes. 590 Srimati K.K. Rama, yes. 591 Sanish Kumar Joseph, not in the seat. 596 A.K. Ashraf, yes. 600 M. Vincent, yes. 601 Dr. N. Jairaj, yes. 602 N. Nellikundu, yes. 603 P.P. Chittaranjan, yes. 612 Sajeev Joseph, not in the seat. 616 Joy, not in the seat. 617 U. Pradhiva, yes. 618 K.M. Sachin Dev, yes. 619 Ambiga, yes. 620 Anup Jacob, yes. 621 Sri P. Mamikutti, yes. 622 Professor Abid Hussain Tangal, yes. Not in the seat. Minister. സർ, ശ്രീ സെബാസ്റ്റ്യൻ കളത്തുങ്കൽ നൽകിയ ഭേദഗതി സ്വീകരിക്കുന്നു. മറ്റ് ഭേദഗതി 580 സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മൂവ് ചെയ്ത അത് സ്വീകരിക്കുന്നു. മറ്റ് ഭേദഗതി ഒന്നും സ്വീകരിക്കേണ്ടതില്ല. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മൂവ് ചെയ്ത 580 സ്വീകരിക്കുന്നു. മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി പ്രകാരമുള്ള 6-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 6-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 7-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. 623 ശ്രീ K.K. രാമേന്ദ്രൻ, നോട്ട് ഇൻ ദ സീറ്റ്. 624, 628 Dr. N. Jairaj, yes. 625 Professor Abid Hussain Tangal, not in the seat. 626, 627, 644, 650 M. Vincent, yes. 629, 648 Kurukulu Moideen, not in the seat. 633 Aryan Chaukat, not in the seat. 635 Sri P.K. Bashir, not in the seat. Aryan Chaukat, yes, sorry. 639 Sri T.V. Ibrahim, not in the seat. 643 Sri Mons Joseph, not in the seat. 645 Sri N. Anup Jacob, yes. 651 Srimati K.K. Rama, yes. Minister. സർ, ഭേദഗതി ഒന്നും സ്വീകരിക്കേണ്ടതില്ല. യെസ്, ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 7-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 7-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 8-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. 652 ശ്രീ അനൂപ് ജേക്കബ്, യെസ്. 654 മോൻസ് ജോസഫ്, നോട്ട് ഇൻ ദ 655 Kemad Rama, യെസ്. 656 ശ്രീ മനലാങ്കുവേലി, യെസ്. മിനിസ്റ്റർ. സർ, ഭേദഗതിയൊന്നും സ്വീകരിക്കേണ്ടതില്ല. ഇനി 8-ാം വകുപ്പ് ബില്ലിൻ എല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി 8-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നം അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 8-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 9-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്ന 657 ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഔദ്യോഗിക ഭേദഗതി മൂവ് ചെയ്താൽ മതി. യെസ്, യെസ്. 658 ശ്രീ സേവ്യർ ചിറ്റപ്പള്ളി, യെസ്. 659 ശ്രീമതി രമ, യെസ്. 660, 678 അനൂപ് ജേക്കബ്, യെസ്. 661 ശ്രീ N. നെല്ലിക്കുന്ന്, യെസ്. 665, 670, 675, 676 Vincent,
Yes. 666 N. Shamsuddin, not in the seat. 671 Kulukuli Moidin, not in the seat. 677 Sebastian Kolotungal, yes. Minister. എല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മൂവ് ചെയ്ത ഔദ്യോഗിക ഭേദഗതി വെച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി ചെയ്യപ്രകാരമുള്ള 9-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 9-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 10-ാം വകുപ്പ് ഭേദഗതിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. 681, 688 സനീഷ് ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. 683 IB സതീഷ്, നോട്ട് ഇൻ ദ സീറ്റ്. 684 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, നോട്ട് ഇൻ ദ സീറ്റ്. 685 ശ്രീമതി KK രമ, യെസ്. 686 ശ്രീ M. വിൻസെന്റ്, യെസ്. 689 ശ്രീ സിദ്ദിഖ്, നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഈ ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 10-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാൻ പോകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 10-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 11-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്ന 691 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, നോട്ട് ഇൻ ദ സീറ്റ്. 692, 693, 697 M. വിൻസെന്റ്, നോട്ട്, യെസ്. 694 ശ്രീ ആര്യൻ ഷൗക്കത്ത്, യെസ്. 696 ശ്രീ KD പ്രസേനൻ, യെസ്. 698 ശ്രീമതി KK രമ, യെസ്. 699 മഞ്ഞളാങ്കുവേലി, യെസ്. 700 ഡോക്ടർ MK മുനീർ, നോട്ട് ഇൻ ദ സീറ്റ്. 704 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, യെസ്. മിനിസ്റ്റർ, ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 11-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 11-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 12-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 705 ശ്രീ മഞ്ഞളാങ്കുവേലി, യെസ്. 706 UR പ്രദീപ്, യെസ്. 7057 മഹേഷ്, യെസ്. 709 ശ്രീ EK വിജയൻ, നോട്ട് ഇൻ ദ സീറ്റ്. 712 ശ്രീ TV ഇബ്രാഹിം, നോട്ട് ഇൻ ദ സീറ്റ്. 716 ശ്രീ അരൺ ഷൗക്കത്ത്, യെസ്. 718 ശ്രീ A. പ്രഭാകരൻ, നോട്ട് ഇൻ ദ സീറ്റ്. 719 ശ്രീമതി KK രമ, യെസ്. മിനിസ്റ്റർ, യെസ്. ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 12-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 12-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 13-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 720, 721 M. വിൻസെന്റ്, യെസ്. 722 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, യെസ്. 723 ശ്രീ മുരളി പെരുന്നള്ളി, യെസ്. 724 ഡോക്ടർ സുജിത്ത്, യെസ്. 725 ശ്രീമതി ദലീമ, യെസ്. 726 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, നോട്ട് ഇൻ ദ സീറ്റ്. 727 735 V. ശശി, നോട്ട് ഇൻ ദ സീറ്റ്. 731 ശ്രീ ചന്ദ്രശേഖർ, യെസ്. 739 സണ്ണി ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. 741 ശ്രീമതി KK രമ, യെസ്. മിനിസ്റ്റർ, യെസ്. ഇനി 13-ാം വകുപ്പ് ബില്ലിൻ്റെ ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 13-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാൻ പോകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 13-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 14-ാം വകുപ്പ് മിനിസ്റ്റർ, സോറി. 742, 749, 759 ശ്രീ KK വിജയൻ, നോട്ട് ഇൻ ദ സീറ്റ്. 745 NK അക്ബർ, യെസ്. 746 കുറുക്കോളി മൊയ്തീൻ, നോട്ട് ഇൻ ദ സീറ്റ്. 750 ശ്രീ K. പ്രേംകുമാർ, ചർച്ചയൊന്ന് ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഇങ്ങോട്ട്, യെസ്. 751 ശ്രീ KM സച്ചിൻ ദേവ്, യെസ്. 752 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, നോട്ട് ഇൻ ദ സീറ്റ്. 753, 763 ശ്രീ മോൻസ് ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. 754 ശ്രീ M. രാജഗോപാലൻ, യെസ്. 755 ശ്രീ MB ഗോവിന്ദൻ മാസ്റ്റർ, നോട്ട് ഇൻ ദ സീറ്റ്. 756 ശ്രീ M. വിൻസെന്റ്, യെസ്. 757 K. ഉണ്ണികൃഷ്ണൻ, യെസ്. 758 ശ്രീമതി U. പ്രതിഭ, യെസ്. 762 ശ്രീ KJ മാക്സി, യെസ്. 764 ശ്രീ A. രാജ, യെസ്. 765 ശ്രീ VK പ്രശാന്ത്, നോട്ട് ഇൻ ദ സീറ്റ്. 766 ശ്രീ CK ഹരിദ്രൻ, നോട്ട് ഇൻ ദ സീറ്റ്. 767 ശ്രീ M. നൌഷാദ്, നോട്ട് ഇൻ ദ സീറ്റ്. 768 ശ്രീ K. ബാബു തൃപ്പൂണിത്തറ, നോട്ട് ഇൻ ദ സീറ്റ്. 770 ശ്രീ NA നെല്ലിക്കുന്ന്, നോട്ട്, യെസ്. 774 ശ്രീമതി KK രമ, യെസ്. മിനിസ്റ്റർ, 14-ാം വകുപ്പ് ഭേദഗതിയെല്ലാം തള്ളി ഒന്ന് സ്വീകരിക്കുന്നത് ഒന്നുമില്ല. VK വിജയൻ MLA നോട്ടീസ് ഔദ്യോഗിക ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയായിട്ട് സ്വീകരിക്കാൻ. ഔദ്യോഗിക ഭേദഗതി VK വിജയൻ 742 ഭേദഗതി ഔദ്യോഗികമായി സ്വീകരിക്കുന്നു. മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി 14-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 14-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 15-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നു. 775 ശ്രീ M. വിജിൻ, നോട്ട് ഇൻ ദ സീറ്റ്. 778, 782 ശ്രീ M. വിൻസെന്റ്, യെസ്. 780 ശ്രീ M. മുകേഷ്, നോട്ട് ഇൻ ദ സീറ്റ്.
781, 783, Professor Abid Hussain Tangal, not in the seat. 784, Srimati K.K. Rama, yes. Minister. ഒന്നും സ്വീകരിക്കേണ്ടതില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 15-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 15-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 16-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 793 ശ്രീ മഞ്ഞളാംകുഴി, യെസ്. 794 ശ്രീ എം വിൻസെന്റ്, യെസ്. 795 ശ്രീ ഡി കെ മുരളി, നോട്ട് ഇൻ ദ സീറ്റ്. 798 ശ്രീ എം അരുൺകുമാർ, എം എസ് അരുൺകുമാർ, യെസ്. 799 815 ശ്രീ സി മുകുന്ദൻ, നോട്ട് ഇൻ ദ സീറ്റ്. 803 808 816 ശ്രീ ചന്ദ്രശേഖരൻ, യെസ്. 807 ശ്രീ എ സി മൊയ്തീൻ, യെസ്. 820 827 ജി സ്റ്റീഫൻ, not in the, yes. 821 Sri P.P. Chittaranjan, yes. 822 829 Abid Hussain Tangal, not in the seat. 823 Eldos P. Kunnapalli, not in the seat. 825 Srimati K.K. Rama, yes. Movement Minister. Sir. Abid Hussain Tangal 822. Abid Hussain Tangal നൽകിയ നിർദ്ദേശം സ്വീകരിക്കുന്നു. അദ്ദേഹം സീറ്റില്ലാത്തതുകൊണ്ട് അത് ഔദ്യോഗിക ഭേദഗതിയായി നിർദ്ദേശിക്കുകയാണ്. യെസ്. 822 ഔദ്യോഗിക ഭേദഗതി സ്വീകരിക്കുന്നു. മറ്റെല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി 16-ാം വകുപ്പ് ഭേദഗതി പ്രകാരമുള്ള ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 16-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 17-ാം വകുപ്പ് ഭേദഗതി അവതരിപ്പിക്കാവുന്നു. 830 മോൻസ് ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. 831 ശ്രീ എം വിൻസെന്റ്, യെസ്. 832 837 847 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, നോട്ട് ഇൻ ദ സീറ്റ്. 834 841 ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ, നോട്ട് ഇൻ ദ സീറ്റ്. 835 ശ്രീ ആര്യൻ ഷൗക്കത്ത്, yes. 838 851 Sri K. Vijay, not in the seat. 844 H. Salam, yes. 848 Sri A. Prabhakaran, not in the seat. 854 Sri Najib Kandapuram, not in the seat. 858 Sri P. Bashir, not in the seat. 862 Sri A. P. Kumar, not in the seat. Minister. Professor Abid Hussain Tangal നൽകിയ നിർദ്ദേശം സ്വീകരിക്കുന്നു. ഏതാണ് 832? അത് 832 മഞ്ഞളാംകുഴി അലിയുടെ 832 833 മഞ്ഞളാംകുഴി അലി സെയിം ആണ് അത്. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഔദ്യോഗികമായി ശ്രീ മഞ്ഞളാംകുഴി അലിയുടെ 833 അല്ല സ്വീകരിക്കുന്നത്. യെസ്. ശ്രീ മഞ്ഞളാംകുഴി അലി മൂവ് ചെയ്ത 833 ഒഴിച്ച് മറ്റെല്ലാ ഭേദവും തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി പ്രകാരമുള്ള 17-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ 837 കൂടി സ്വീകരിക്കുന്നുണ്ടല്ലോ. ഒഫീഷ്യൽ ഭേദഗതിയാണ്. ആബിദ് ഹുസൈൻ തങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. പ്രൊഫസർ അബ്ദുൽ ഹുസൈൻ തങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് ഔദ്യോഗിക ഭേദഗതിയെ സ്വീകരിക്കാം. യെസ്. ഒഫീഷ്യൽ ഭേദഗതി 837-ഉം 833 മഞ്ഞളാംകുവേലി ഒഴിച്ച് മറ്റെല്ലാ ഭേദവും തള്ളിയിരിക്കുന്നു. ഇനി 17-ാം വകുപ്പ് ഭേദഗതി പ്രകാരമുള്ള ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 17-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 18-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദം അവതരിപ്പിക്കാവുന്നതാണ്. 868 ശ്രീമതി കെ കെ രമ, യെസ്. 869 ശ്രീ ചന്ദ്രശേഖരൻ, യെസ്. 873 ശ്രീ ജോബ് മൈക്കിൾ, നോട്ട് ഇൻ ദ സീറ്റ്. 874 ശ്രീ എം എം മണി, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ. യെസ്. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 18-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 18-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 19-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കുന്നു. 877 ശ്രീ ടി പി രാമകൃഷ്ണൻ, നോട്ട് ഇൻ ദ സീറ്റ്. 879 പി അബ്ദുൽ ഹമീദ്, യെസ്. 883 ശ്രീ മോൻസ് ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ. സ്വീകരിക്കേണ്ടതില്ല. യെസ്. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 19-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 19-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 20-ാം വകുപ്പ് ശ്രീ കുറുക്കോളി മൊയ്തീൻ, യെസ്. കുറുക്കോളി മൊയ്തീൻ 884 അദ്ദേഹം, നോട്ട് ഇൻ ദ സീറ്റ്. 855 ഈ തുല്യം അവതരിപ്പിക്കേണ്ടത്. എന്നാൽ ഭേദഗതി ചെയ്ത യു എ ലത്തീഫ്, മിനിസ്റ്റർ. യെസ്. 20-ാം വകുപ്പ് ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. 20-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 20-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 21-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദം അവതരിപ്പിക്കാവുന്നതാണ്. 888 ശ്രീ ജോബ് മൈക്കിൾ, നോട്ട് ഇൻ ദ സീറ്റ്. 889 ശ്രീ എൻ എ നല്ലിക്കുന്ന്, യെസ്. 894 ശ്രീമതി കെ കെ രമ, യെസ്. 895 ശ്രീ സി എച്ച് കുഞ്ഞമ്പു, യെസ്. മിനിസ്റ്റർ. സ്വീകരിക്കേണ്ടതില്ല. യെസ്. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 21-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 21-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 22-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദം അവതരിപ്പിക്കാവുന്നതാണ്. 898 901 ശ്രീ ടി ഐ മധുസൂദനൻ, നോട്ട് ഇൻ ദ സീറ്റ്. 902 905 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, നോട്ട് ഇൻ ദ സീറ്റ്. 903 ശ്രീ മോൻസ് ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. 904 ശ്രീ വി ജോയ്, നോട്ട് ഇൻ ദ സീറ്റ്. 906 ശ്രീ എം നൌഷാദ്, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ. സ്വീകരിക്കേണ്ടതില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 22-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 22-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു.
23-ാം വകുപ്പ് ഭേദഗതി മിനിസ്റ്റർ. യെസ്, 23-ാം വകുപ്പ് ഭേദഗതി തള്ളിയിരിക്കുന്നത് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീടികയും പേരും ഇനി പറയുന്ന ഭേദം അവതരിപ്പിക്കാവുന്നതാണ്. 111, 123 ശ്രീ NK അക്ബർ. യെസ്. 113, 135, 139, 170, 184, 194 ശ്രീ വിൻസെന്റ്. യെസ്. 114, 157, 201, 233 ശ്രീ MK മുനീർ. നോട്ട് ഇൻ ദ സീറ്റ്. 118 ശ്രീ സണ്ണി ജോസഫ്. നോട്ട് ഇൻ ദ സീറ്റ്. 125, 130, 148, 175, 181, 182, 203 Dr. N. Jayaraj. Yes. 126 ശ്രീ K. Babu Tripunithara. Not in the seat. 128 ശ്രീ Vishwanath. Not in the seat. 131, 149, 159, 190, 209, 214, 234 ശ്രീമതി KK Rama. Yes. 132 ശ്രീമതി Dalima. Yes. 140, 173, 213 ശ്രീ Najib Kantavaram. Not in the seat. 144, 160, 195, 226 TV Ibrahim. Not in the seat. 150, 208 ശ്രീ Anup Jacob. Yes. 151, 215 ശ്രീ V. Shashi. Not in the seat. 164, 166, 180, 189. എന്ത്? ഓ ശശി, സോറി, ഇപ്പം വന്നുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടില്ല. പ്രൊഫസർ ആബിദ് ഹുസൈൻ. നോട്ട് ഇൻ ദ സീറ്റ്. 167 MS Sarankumar. Yes. 178 ശ്രീ റോജി M. John. Not in the seat. 185 ശ്രീ J. Vinod. Not in the seat. 187, 188 ശ്രീ മോൻസ് ജോസഫ്. Not in the seat. 191 ശ്രീ H. Salam. Yes. 204 ശ്രീ ചന്ദ്രശേഖരൻ. Yes. 219 ശ്രീ T. Siddiq. Not in the seat. 221 ശ്രീ K. Vijay. Not in the seat. 224 ശ്രീ സനീഷ് കുമാർ ജോസഫ്. Not in the seat. മിനിസ്റ്റർ. ഔദ്യോഗിക ഭേദഗതിയെ സ്വീകരിക്കാൻ 136 സുമോദ് 123 ഇല്ല 139 136 ആണ് ഞാൻ പറഞ്ഞത്. 136 സുമോദിൻ്റെ അല്ലേ? 138 സജീവ് ജോസഫ്. യെസ് യെസ്. അത് അടുത്ത ആബിദ് ഹുസൈൻ 164. യെസ്. അത് ഔദ്യോഗിക ഭേദഗതിയായി സ്വീകരിക്കാൻ. യെസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്വീകരിച്ച ഔദ്യോഗിക ഭേദഗതിയും ശ്രീ PP സുമോദ് മൂവ് ചെയ്ത ഭേദഗതി 138 ഒഴിച്ച് മറ്റെല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി 1-ാം വകുപ്പും പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമാകുന്ന പക്ഷത്ത് അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീടികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി 2024 കേരള പൊതുരേഖാ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2023 കേരള പൊതുരേഖാ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി 2023 കേരള പൊതുരേഖാ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. ഉപക്ഷേപം സഭ ഐക്യകണ്ഠേന അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.